പ്രഭു, റാം, ദേവൻ, ഭഗവാൻ, അള്ള, ദൈവം, ഈശോ എല്ലാവരും ഒരേ ശക്തിയാണ്. അവരുടെ രൂപം എന്താണ്? അവർ എവിടെയാണ്? കാണാൻ സാധിക്കുമോ? കണ്ടവരുണ്ടോ? ഈ ചോദ്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുവാനായി കേൾക്കുക ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജിന്റെ അമൃതവചനം. എല്ലാ പവിത്ര മതങ്ങളുടെയും പവിത്ര ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിൽ പരംപിതാവ്, പരമാത്മാവ്, പൂർണ്ണ ബ്രഹ്മ, സർവലോകത്തിൻ്റെയും സൃഷ്ടാവ് കബീർ സാഹബാണ്, കബീർ ദാസാണ്. അദ്ദേഹം എല്ലാ ആത്മാക്കളുടെയും ജനകനാണ്. അദ്ദേഹം നമ്മുടെ പിതാവാണ്. ഈ ദേവനിൽ ആ ഗുണങ്ങൾ എല്ലാമുണ്ട്. ത്വമേവ് മാതാ ച പിതാ ത്വമേവ്, ത്വമേവ് ബന്ധു ച സഖാ ത്വമേവ്, ത്വമേവ് വിദ്യാ ച ദ്രവീണം ത്വമേവ്, ത്വമേവ് സർവമമ ദേവ് ദേവ്. ഈ സർവദൈവം അദ്ദേഹം പരമാത്മാവാണ്, ദൈവങ്ങളുടെ ദൈവമാണ്, എല്ലാവരുടെയും യജമാനനാണ്. ഇപ്പോൾ ആദ്യമായി ശ്രദ്ധിക്കൂ, ഒരാളിത് കേൾക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന കബീർ ദേവ് പൂർണ്ണ പരമാത്മാവാണ്, പൂർണ്ണ അക്ഷരബ്രഹ്മാണ്, സർവ ലോകത്തിൻ്റെയും സൃഷ്ടാവാണെന്ന് അവർക്കത് കൈപ്പേറിയ കഷായം പോലെയാണ്, ഇറക്കാനാവില്ല. കാരണം നമ്മൾ കേട്ട അറിവ് ലോകവേദത്തിൽ നിന്നുള്ളതാണ്. അവനത് വെറും കഥ മാത്രമാണ്. നമുക്ക് ഈ പറയുന്ന നമ്മുടെ വേദങ്ങളെക്കുറിച്ച് അറിവില്ല. കാരണം നമ്മുടെ ഗുരു, അദ്ദേഹം ഹിന്ദു ധർമ്മത്തിൻ്റെ ആചാര്യനായിരുന്നു, ഗുരുവായിരുന്നു, സർവേശ്വരനായിരുന്നു. ഇത് അറിവില്ലായ്മയാണ്. ഋഷി മഹർഷികളുടെയും അറിവ് അപര്യാപ്തമാണ്. അവർക്ക് ആധ്യാത്മിക ജ്ഞാനമില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും പരമാത്മാവിനെ അറിയാൻ കഴിയാഞ്ഞത്. കൂടാതെ വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ദേവനെ പൂർണ്ണ പരമാത്മാവ് എന്ന് വിളിച്ചപ്പോൾ ഞാനത് വിശ്വസിച്ചു. കാരണം അത് ആചാര്യനായിരുന്നു, ഹിന്ദു ധർമ്മത്തിൻ്റെ ഗുരുവായിരുന്നു, സംസ്കൃത ഭാഷ അറിയുന്നവനായിരുന്നു. നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും സംസ്കൃത ഭാഷയിലായിരുന്നു അത് എഴുതിയിരുന്നത്. പിന്നീടത് ഹിന്ദിയിലേക്കും മറ്റ് ലാംഗ്വേജിലേക്കും വിവർത്തനം ചെയ്തു. തുടക്കം മുതൽ ഇപ്പോൾ വരെ, തുടക്കം മുതൽ കുറച്ചു സമയം മുൻപ് വരെ അത് സംസ്കൃതത്തിലായിരുന്നു. സംസ്കൃതത്തിലുള്ളത് അസിറ്റീസ് അങ്ങനെ തന്നെ. വിവർത്തകർ തങ്ങളുടെ ഭാഷയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ജനങ്ങൾ അവരെ കേൾക്കുന്നത്? ആരെന്നാൽ ആ ഗുരുക്കന്മാരെ, ആ ആചാര്യന്മാരെ, സർവേശ്വരന്മാരെ വിശ്വസിക്കുന്നത്. കാരണം അവർ സംസ്കൃതം അറിയുന്നവരാണ്. സംസ്കൃതം ഒരു പണ്ഡിത ഭാഷയാണ്. ഗ്രന്ഥങ്ങളെല്ലാം സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കുന്നത്. നോക്കൂ, അതുകൊണ്ടാണ് ഗുരുജിയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സംശയം ജനിക്കാതിരുന്നത്. ഇവർ തെറ്റാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകാതിരുന്നതിന്. കാരണം ടീച്ചർ പറയുന്നതാണ് വിദ്യാർത്ഥികൾ വിശ്വസിക്കുന്നതും അതോടൊപ്പം അവര് സ്വീകരിക്കുന്നതും. അധ്യാപകർ എന്തു പറഞ്ഞാലും കുട്ടികൾ അതിൽ ഒബ്ജക്ഷൻ കാട്ടാതെ ശിരസ വഹിക്കും. ഒരിക്കൽ അധ്യാപകൻ ഒരു ദിവസം ചില ഉത്തരങ്ങൾ ഇതിഹാസങ്ങളെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിച്ചു.
ഒരു കുട്ടിയുടെ പിതാവ് എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം സർവീസിലില്ലായിരുന്നു, മറ്റ് ജോലി ചെയ്യുകയായിരുന്നു. ഒരു ദിവസം കുട്ടിയുടെ അച്ഛൻ, ഫാദർ, കണ്ടത് കുട്ടി തെറ്റായ ഉത്തരം എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം കുട്ടിയോട് എഴുതിയത് തെറ്റാണെന്ന് പറഞ്ഞു. കുട്ടി നൽകിയ ഉത്തരം ഇതെന്റെ അധ്യാപകൻ പഠിപ്പിച്ചതാണെന്നാണ്. അത് തിരുത്താൻ കുട്ടിയോട് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഇല്ല അച്ഛൻ, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ഇത് ഗുരു പറഞ്ഞതാണ്, ഞങ്ങളുടെ ഗുരു പറഞ്ഞതാണ്. പുണ്യാത്മാക്കളെ, ഇന്നത്തെ സ്ഥിതി അതാണ്. ഇന്നത്തെ ആചാര്യ ഗുരുക്കന്മാരെല്ലാം സംസ്കൃത ഭാഷ അറിയുന്നവരാണ്. പക്ഷേ ആധ്യാത്മിക ജ്ഞാനം അവർക്ക് അപരിചിതമാണ്. ഇക്കാരണം കൊണ്ട് അവർ ഇന്നും വേദങ്ങളിൽ രഹസ്യങ്ങൾ പറയുന്നില്ല. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ മാത്രം അവര് ജനങ്ങൾക്ക് പകർന്നു നൽകുന്നു. അത് എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ഇന്ന് CD-യുടെ രൂപത്തിൽ, പ്രൊജക്ടറിലൂടെ, കൂടാതെ അവയെല്ലാം പുസ്തകത്തിലുമാക്കുന്നു. ഇപ്പോ ആ ഗുരുക്കന്മാരുടെ, ആചാര്യന്മാരുടെ ചോദ്യങ്ങളാണ് അവർ എല്ലാവരിലേക്കും വീഴ്ക്കുന്നത്. വേദങ്ങൾ മാത്രം കേട്ടവരുടെ, കഥ കേട്ടവരുടെ, അവര് എന്താ പറയുന്നത്? ആരോ പറഞ്ഞിരിക്കുന്നു മഹാവിഷ്ണു കംപ്ലീറ്റ് ഗോഡ് ആണെന്ന്. വിഷ്ണുവാണ് സർവദൈവമെന്ന്. അദ്ദേഹത്തിന് 3 രൂപങ്ങളുണ്ടെന്ന്. ബ്രഹ്മാവിന്റെ രൂപത്തിൽ സൃഷ്ടി നടത്തുന്നു, ശിവന്റെ രൂപത്തിൽ സംഹാരവും. ആരോ പറഞ്ഞിരിക്കുന്നു ശിവൻ മഹേഷാണെന്ന്, മഹേശ്വരനാണെന്ന്, ദേവാധിദേവനാമെന്ന്. അദ്ദേഹമാണ് സൃഷ്ടാവെന്ന്. കൂടാതെ അദ്ദേഹം ഈ 3 രൂപങ്ങളിലും ഈ ലോകത്തെ നിയന്ത്രിക്കുന്നുവെന്ന്. അദ്ദേഹമാണ് അഖില ബ്രഹ്മാണ്ടത്തിന്റെ നായകനും യജമാനനും. ബ്രഹ്മാവിന്റെ രൂപത്തിൽ സൃഷ്ടി നടത്തുന്നു, അതോടൊപ്പം വിഷ്ണുവിന്റെ രൂപത്തിൽ സംരക്ഷണം നൽകുന്നു, കൂടാതെ സ്വയം ശിവന്റെ രൂപത്തിൽ സംഹാരവും നടത്തുന്നു. ഇവർക്ക് മാതാപിതാക്കളില്ല. കാരണം ഇത് വേദമാണ്, ഒരു കഥയാണ്. നമ്മൾ ഇതുവരെ സർവേശ്വരൻ എന്നും മഹേശ്വരൻ എന്നും വിളിക്കുന്നു. പുണ്യാത്മാക്കളെ, നമ്മളൊരു പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ യാത്രയെക്കുറിച്ച്, പാതകളെക്കുറിച്ച് നമുക്ക് തറോവ്ലി നമ്മൾ അറിഞ്ഞിരിക്കണം. വിവരങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോഴേ യാത്രയുടെ ഗുണം ലഭിക്കൂ. നമ്മൾ അറിയൂ, ഹിസാറിൽ നിന്ന് ദില്ലിയിലേക്ക് പോകുന്നു, പക്ഷെ പോയത് സിർസയിലേക്ക്. ആ യാത്ര വ്യർത്ഥമാണ്. നമ്മൾ എത്ര സ്പീഡിൽ പോയാലും, വണ്ടി എത്ര വേഗത്തിൽ ഓടിച്ചാലും അത് വ്യർത്ഥമാണ്. ചില കാര്യങ്ങൾക്കായി ഹിസാറിൽ നിന്ന് സിർസയിലേക്ക് നമുക്ക് ഒന്ന് പോകേണ്ടി വരുന്നു. ആ വഴിയിൽ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ ഒരാൾ നമ്മളോട് ചോദിക്കുന്നു, എങ്ങോട്ടാണ് നിങ്ങൾ ജെന്റിൽമാൻ? അപ്പോൾ നിങ്ങൾ പറയും ദില്ലിയിലേക്കാണെന്ന്. അപ്പോൾ ആ വ്യക്തി നിങ്ങളോട് പറയും, ദില്ലിയിലേക്കുള്ള വഴി ഇതല്ലെന്ന്. ഈ വഴി ദില്ലിയിലേക്കല്ല, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, സിർസയിൽ നിന്ന് പഞ്ചാബിലേക്കുള്ള വഴിയാണെന്ന്. അപ്പോൾ ആ ജെന്റിൽമാൻ ചിന്തിക്കുക, അയാൾ ചിന്തിക്കുന്നു, ഈ മനുഷ്യൻ ഇതെന്താ പറയുന്നത്? ഞാൻ ഡൽഹിയിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ ആ വ്യക്തി നിങ്ങളോട് പറയും, നിങ്ങൾ ദില്ലിയിലേക്കുള്ള വഴിയിലല്ല എന്ന്. പക്ഷെ അയാളുടെ മാർഗം തെറ്റാണ്, ദിശയും തെറ്റാണ്. അതുകൊണ്ട് ആ ജെന്റിൽമാൻ, ആ മനുഷ്യൻ വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യാനുള്ള എളുപ്പ മാർഗം മറ്റൊരാളോട് ചോദിക്കുക.
അതിൽ അദ്ദേഹത്തിന് വിശ്വാസം വന്നില്ലെങ്കിൽ മാപ്പ് നോക്കുക. മാപ്പ് ഭൂപടം നോക്കി ചോദിക്കുക, ഞാൻ എവിടെയാണ്? ആ നഗരത്തിൻ്റെ പേര് സിർസയിലാണോ എന്ന്. സിർസയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ മാപ്പും നിങ്ങളോട് പറയുന്നു, അവിടെ കണ്ട വ്യക്തിയും നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മാർഗം തെറ്റാണെന്ന്. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ബുദ്ധിമാനാണെങ്കിൽ തിരിച്ചു പോകും. അവൻ ചിന്തിക്കില്ല, ഞാൻ എത്ര ദൂരം വന്നു പോയില്ലേ, ആ യാത്ര വെറുതെ ആയി എന്ന്. അവൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും, തെറ്റിതിരുത്തും. അതുപോലെയാണ് ചില ഗുരുക്കന്മാർ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുന്നത്. ഏത് പുണ്യാത്മാക്കൾക്കാണോ തെറ്റായ ജ്ഞാനം ലഭിക്കുന്നത്, അവർ തെറ്റായ വഴിയിലാണ്. പരമാത്മാവിനെ നേടാൻ ആ വഴിയല്ല. ഇപ്പോൾ ഈ ദാസൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തെറ്റായ മാർഗത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തിരിച്ചു വരൂ. നിങ്ങൾ തെറ്റായ വഴിയിൽ 50-60 കിലോമീറ്റർ പിന്നിട്ടു. അപ്പോൾ നിങ്ങൾ അറിയുന്നു തെറ്റായ മാർഗത്തിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെന്ന്. നിങ്ങൾ വളരെ ബുദ്ധിയുള്ളവരാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? തിരികെ നടക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞങ്ങളുടെ ഇത്ര ദൂരം വ്യർത്ഥമായല്ലോ എന്ന്, ഞാൻ വരില്ല എന്ന്. അത് ബുദ്ധിയല്ല. ഇതിനെ മണ്ടത്തരമെന്ന് പറയും. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഗുരു, അതുമല്ലെങ്കിൽ ആചാര്യൻ, സന്യാസി എന്നിവരുടെ അടുത്ത് ദൈവത്തെ പൂജിക്കുന്നു. നിങ്ങളിൽ ചിലർ 5 വർഷം, ചിലർ 10 വർഷം, ചിലർ 20 വർഷം, ഇനി വേറെ ചിലർ 30 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് നിങ്ങളത് മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് വഴി തെറ്റിയെന്ന്. ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് വേണ്ടത്? ഇതിൽ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. ബുദ്ധിമാന് മാർഗങ്ങൾ നിരവധിയാണ്. നിങ്ങൾ പെട്ടെന്ന് ആ മാർഗം അത് വെടിയണം. നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല, എൻ്റെ 20 വർഷത്തെ സാധന എന്ത് ചെയ്യുമെന്ന്, എൻ്റെ 30 വർഷം ഞാൻ ഇവിടെ കളഞ്ഞു, ഇനി എന്ത് ചെയ്യുമെന്ന്. സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. നിങ്ങൾ തെറ്റായ മാർഗത്തിലൂടെയാണ് നടന്നത്. 100 കിലോമീറ്ററാണ്. അത് നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ തിരികെ വരുന്നതാണ്. ത്യാഗം ചെയ്തേക്കൂ. പരമാത്മാവ് പറയുന്നു, ബേഠ ദേഖാ ജർജര ഉതർ ചലേ ഫടക്. ആദ്യം ചങ്ങാടം ഉണ്ടായിരുന്നു, ചങ്ങാടം തുഴഞ്ഞിരുന്നു, നദി കടക്കാൻ വള്ളമുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ചങ്ങാടം ഉണ്ടാക്കുമായിരുന്നു. ചങ്ങാടം നിങ്ങൾക്കൊന്നും ഓർമ്മ കാണില്ല. അത് ഒരു വള്ളമാണെന്ന് നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ ഇരിക്കുന്ന വള്ളത്തിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിയിലുള്ള മരമുണ്ടല്ലോ, അത് ഡാമേജ് ആയിരിക്കുന്നു. ഒപ്പം മറ്റൊരാൾ നല്ലൊരു വള്ളത്തിലും. നിങ്ങൾക്ക് മനസ്സിലാകുന്നു, നിങ്ങളുടെ വള്ളം മറിയും. നിങ്ങൾ ഇരിക്കുന്ന വള്ളം, അതിൽ വെള്ളം ഉള്ളിൽ നിറയുകയാണ്. അപ്പോൾ പരമാത്മാവ് പറയുകയാണ്, ബേരാ ദേഖാ ജർജര ഉദർചലേ ഫട ഡൂബേ ദേ പർ ഉഭരേ. കബീർ പരമേശ്വർജി അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നു, ബുദ്ധിമാൻ ഹോംഗെ വോ ഡൂബേ ദേ പർ ഉഭരേ ഗുരു കെ ജ്ഞാൻ ചമക് ഓർ ബേഡാ ദേഖ ജർജര ഉദർചലേ ഫടക്. പറയുന്നു, നമ്മൾ 84 ലക്ഷം യോനിയിൽ പോയി വീണിരുന്നു. ഗുരുജിയുടെ ജ്ഞാനത്താൽ നമ്മൾ പിടഞ്ഞെണീറ്റു. പിടഞ്ഞു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പേടിച്ചു, പെട്ടെന്ന് പിടഞ്ഞു. എന്നാൽ നാം വെളിച്ചത്തിലേക്ക് വീണു, നന്നായി പ്രകാശിച്ചു. എന്നുവെച്ചാൽ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല. ആ സമയം മുങ്ങുകയാണ്. ശരിയായ ഇടത്തേക്ക്, ആ പ്രകാശത്തിലേക്ക് വീഴുന്നു. അതാണ് ഡൂബേ ദേബ റുഭരേ ഗുരു കെ ജ്ഞാൻ ചമക്. തിളക്കം കണ്ട വഴി അവൻ പോവുകയാണ്. ആ വഴിയിലേക്ക് പോവുകയാണ്. ബേഡാ ദേഖ ജർജര. ജർജര എന്ന് വെച്ചാൽ മുങ്ങുക എന്നാണ്.
അതിനാൽ പെട്ടെന്ന് ചാടിയിറങ്ങി. ആ പുണ്യാത്മാവ് ഇനി ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല. ഗുരുവിനെ മാറ്റിയേ തീരൂ. ആ മാർഗത്തിൽ പോയ ദൂരമെല്ലാം ത്യാഗം ചെയ്യണം. അത് തികച്ചും തെറ്റായ മാർഗമാണ്. ഒരു 200 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞു. നിങ്ങൾ തിരികെ വന്നേ തീരൂ. നിങ്ങളുടെ മുന്നോട്ടുള്ള വഴികളെല്ലാം തെറ്റാണ്. ആ വഴി പോയാൽ നിങ്ങൾ അകന്നകന്നു പോകും. അതുപോലെ ചിലർ പറയുന്നു ബ്രഹ്മാവ് സൃഷ്ടാവാണെന്ന്. ചിലർ ശ്രീ മഹാവിഷ്ണുവിനെ സൃഷ്ടാവെന്ന് വിളിക്കുന്നു. ചിലർ ശിവനാണ് സൃഷ്ടാവെന്ന് പറയുന്നു. ഇനി വേറെ ചിലർ ബ്രഹ്മാവാണ് ഈ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവെന്ന് പറയുന്നു. പുണ്യാത്മാക്കളെ, ഇത് ലോകവേദമാണ്. ചിലർ പറയുന്നു ദുർഗയാണ് പരമസൃഷ്ടാവെന്ന്. അവർ ദുർഗയുടെ ഭക്തരാണ്. ദേവിയുടെ ഭക്തർ ദേവിയാണ് എല്ലാം എന്ന് കരുതുന്നു. ബ്രഹ്മാവിന്റെ ഭക്തരായ ചിലർ ബ്രഹ്മാവാണ് സർവം എന്ന് അവർ കരുതുന്നു. അതിനാൽ പുണ്യാത്മാക്കളെ, നമുക്കാദ്യം ഈ മാപ്പ് നോക്കാം. നമ്മുടെ സദ്ഗ്രന്ഥത്തിന്റെ രൂപമുള്ള മാപ്പിൽ നോക്കാം ഇതിൽ ഏത് മാർഗമാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് സന്തോഷമാവും. ഇതുവരെ നമ്മൾ മറ്റുള്ളവരിലൂടെ കേട്ട് ദൈവത്തെക്കുറിച്ച് ചില മഹാത്മാക്കൾ ജ്ഞാനം പകർന്നു തന്നു. നമ്മൾ വിദ്യാർത്ഥികളായിരുന്നു, ശ്രദ്ധാലുക്കളായിരുന്നു. സന്യാസിമാർ, ഗുരുക്കന്മാർ, ദൈവത്തെക്കുറിച്ച് അവർ നമുക്ക് ഒരുപാട് പറഞ്ഞു തന്നു. നമുക്ക് യാതൊരു സംശയവുമില്ലായിരുന്നു. ഒരു തരത്തിലും ഒബ്ജക്ഷൻ ഇല്ലാതെ നമ്മളെല്ലാവരും അത് സ്വീകരിച്ചു. പുണ്യാത്മാക്കളെ, നിങ്ങളുടെ സംശയം ഇതാണ്: ആരാണ് ഭഗവാൻ? സൃഷ്ടി എങ്ങനെ സംഭവിച്ചു? ഇതിനൊക്കെയുള്ള ഉത്തരം വളരെ കൃത്യമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പരമാത്മാവിലേക്ക് എത്താൻ കഴിയൂ. പിന്നീട് നമ്മളെ ആർക്കും ഭ്രമിപ്പിക്കുവാൻ കഴിയില്ല. ശ്രീ ഭഗവത്ഗീതയുടെ അധ്യായം 16 ശ്ലോകം 23 പറയുന്നു, ശാസ്ത്രവിധികളെ ഉൾക്കൊള്ളാതെ ഏകപക്ഷീയമായി ആചാരം നടത്തുന്ന, പൂജ ചെയ്യുന്ന, സാധന ചെയ്യുന്ന, ശാസ്ത്രവിധികളെ മാനിക്കാതെ ജ്ഞാനം അത് പകർന്നു നൽകുന്നവർ, ആ സാധന വ്യർത്ഥമാണ്. അവന്റെ മാർഗം ശരിയാവില്ല. അവന് സുഖം ലഭിക്കുകയില്ല. അതുപോലെ അവർക്ക് സിദ്ധി പ്രാപ്തമാവുകയില്ല. എല്ലാം വ്യർത്ഥം, യൂസ്ലെസ്. ശേഷം ഉടനെ തന്നെ 24 ശ്ലോകം 16 അധ്യായം പറയുന്നത് കേൾക്കാം. ഗീതയിൽ പറയുന്നു, അർജുന, നിന്റെ കർത്തവ്യങ്ങളും അകർത്തവ്യങ്ങളും. എന്നാൽ കർത്തവ്യം മീൻസ് നമ്മൾ ചെയ്യേണ്ടതായ ചില പുണ്യകാര്യങ്ങൾ, ചെയ്യരുതാത്ത കാര്യങ്ങൾ, ഉപേക്ഷിക്കേണ്ടവയും നമ്മൾ ഗ്രഹിക്കേണ്ടവയും. ഇതിൻ്റെ ആധാരം സദ്ഗ്രന്ഥമാണ്. കെട്ടുകഥകളിൽ വിശ്വസിക്കാതിരിക്കുക. ഇനി ഗീതയിലെ അധ്യായം നമ്പർ 2 ശ്ലോകം നമ്പർ 53 പറയുന്നു, അർജുന, ഏത് സമയത്താണോ നിന്റെ ബുദ്ധി പലയിടങ്ങളിലേക്ക് വ്യതിചലിക്കുന്നത്, ജ്ഞാനം മൂലം വചനങ്ങളിൽ നിന്ന് മാറി ഒരു തത്വജ്ഞാനത്തിൽ, പരമാത്മജ്ഞാനത്തിൽ കേന്ദ്രീകരിക്കുന്നത്, അപ്പോൾ നിനക്ക് യോഗം വരും. അപ്പോഴാണ് ശരിയായ ഭക്തനായി മാറുന്നത്. അപ്പോൾ നിന്റെ ശക്തിയുടെ പ്രാരംഭമായിരിക്കും. നീ ഒരു ജ്ഞാനത്തിൽ മാത്രം, ശാസ്ത്രം അടിസ്ഥാനമാക്കിയുള്ള ആ ജ്ഞാനത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ നിന്റെ ബുദ്ധി വീണ്ടും തീക്ഷ്ണമായി മാറും. ശരിയായ വഴികളിലൂടെ നടക്കുവാൻ തുടങ്ങും. ഈ ഭക്തിമാർഗത്തിലൂടെ നീങ്ങിയാലും ശുഭകരമായിരിക്കും, നിനക്ക് ലാഭമായിരിക്കും. ഇപ്പോൾ സൃഷ്ടിയുടെ കാര്യത്തിൽ നിരവധി അഭിപ്രായങ്ങളുണ്ട്. ഉദാഹരണത്തിന് ജൈന മതസ്ഥർ, ശ്രദ്ധാലു, ആചാര്യൻ, മുനി, അവർ പറയുന്നു സൃഷ്ടാവിന് ഒരു സൃഷ്ടാവ് ഇല്ലെന്ന്, അവിടെ സംഹാരകനല്ലെന്ന്, അനാദിയാണ്, സ്വയം ഉണ്ടായതാണ്, സ്വയം പ്രവർത്തിക്കുകയാണ്. മറ്റു പല ആചാര്യന്മാരും പറയുന്നു വിഷ്ണുവാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടാവെന്ന്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച്
എന്ന് ഞാൻ നിങ്ങളോട് വളരെ ഡീറ്റെയിൽ ആയി പറയാം. പരമേശ്വർ കബീർ ദേവ്ജിയുടെ സത്സംഗത്തിൽ അദ്ദേഹം പൂർണ്ണ പരമാത്മാവാണെന്ന്, പൂർണ്ണ ബ്രഹ്മാണെന്ന്, കംപ്ലീറ്റ് ഗോഡാണെന്ന് നിങ്ങൾക്കിതൊരിക്കലും വിശ്വസിക്കാനാവില്ല. അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതുവരെ, അദ്ദേഹത്തിൻ്റെ ഗുണം എന്താണ്, അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ, ഇതിഹാസത്തിൽ എഴുതിയിരിക്കുന്നു, ശ്രീ മഹാവിഷ്ണു, ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്, ഇവരെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇതിഹാസത്തിൽ, പുരാണത്തിൽ പരമേശ്വർ കബീർജിയുടെ മഹിമ സൂക്ഷ്മവേദത്തിൽ എഴുതിയിട്ടുണ്ട്. ആദി ശങ്കരാചാര്യരുടെ ഇതിഹാസം ഈ ദാസൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹവും സൂക്ഷ്മവേദത്തെക്കുറിച്ച് പരാമർശിച്ചു. ആദി ശങ്കരാചാര്യൻ പറഞ്ഞു, 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇവ അവൈലബിൾ ആണ്. പക്ഷേ സൂക്ഷ്മവേദം 5ാമതാണ്. അദ്ദേഹം പറയുന്നു അത് കൈലാസ പർവ്വതത്തിലാണെന്ന്. കാരണം എന്തെന്നാൽ 5ാം വേദത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ബ്രഹ്മ സൂക്ഷ്മവേദത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. സൂക്ഷ്മവേദം നൽകുവാൻ പരമേശ്വരൻ സ്വയം ഇവിടെ എത്തുന്നു. തൻ്റെ സത് ലോകത്തിലൂടെ മുക്തി നൽകുവാൻ സനാതന ധർമ്മത്തിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നു. ഒളിച്ചുവെച്ച ആ ജ്ഞാനം കാലദേവനാൽ ബ്രഹ്മദേവൻ നഷ്ടപ്പെടുത്തിയ, ഒളിപ്പിച്ചു വച്ച അത് ആരിലേക്കും എത്താൻ അനുവദിച്ചില്ല. അതിനാൽ ആ 5ാം വേദം പകരാൻ പരമാത്മാവ് ഇവിടെ എത്തും. ആ വേദം, ആ ജ്ഞാനം പരമാത്മാവ് 600 വർഷം മുൻപ് മുഖകമലം കൊണ്ട് പറഞ്ഞതാണ്, അദ്ദേഹം പകർന്നതാണ്. അതിനാൽ ഗീതയിലെ അധ്യായം 4 ശ്ലോകം 32 പറയുന്നു, അർജുൻ ഗീതയിൽ അധ്യായം 4 ശ്ലോകം 25 മുതൽ 31 വരെ പറയുന്നു, ചിലർ ദേവീ ദേവന്മാരെ പൂജിക്കുന്നു, ചിലർ അനുകരിക്കുന്നു, ചിലർ തീവ്ര അഹിംസാവാദികളായി മാറുന്നു, ചിലർ പ്രാണായാമം ചെയ്താണ് സാധന സഫലമാക്കുന്നത്. ഇത് ഈ ആധ്യാത്മിക ജ്ഞാനം നേടാനുള്ള അനുഷ്ഠാനമാണെന്ന് കരുതുന്നു. 4ാം അധ്യായത്തിലെ 32ാം ശ്ലോകത്തിൽ പറയുന്നത് സച്ചിദാനന്ദ ഘൻ ബ്രഹ്മത്തിന്റെ പ്രഭാഷണത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. ഇവിടെ വിവർത്തകർ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ശ്ലോകം 32 വിവർത്തകർ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തത് തീർത്തും തെറ്റായിപ്പോയി. അതിൽ പറയുന്നു, ബ്രഹ്മണേ മുഖേ, പ്രധാന അധ്യായത്തിൽ ബ്രഹ്മണേ മുഖേ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റായി വിവർത്തിച്ചിരിക്കുന്നു. ബ്രഹ്മണേ മുഖേ എന്നാൽ വേദത്തിന്റെ ശബ്ദമെന്നാണ്. ബ്രഹ്മണേ മുഖേ എന്നത് തെറ്റായി വിവർത്തിച്ചിരിക്കുന്നു. സച്ചിദാനന്ദ ഘന ബ്രഹ്മത്തിന്റെ വാക്കുകൾ തൻ്റെ മുഖത്ത് നിന്ന്, മുഖമെന്നാൽ മുഖകമലം കൊണ്ട് യജമാനൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമായി പറയുന്നു, വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് കബീർ വാണി. ബ്രഹ്മണേ എന്നതിൻ്റെ അർത്ഥം തെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. വേദം പറയുന്നു, ഗീതയിലെ അധ്യായം 17 ശ്ലോകം 23 ഓം തത്സത് ഇതി നിർദ്ദേശഃ ബ്രഹ്മണഃ ത്രിവിധഃ സമർത്ഥഃ. ഇവിടെ ബ്രഹ്മണയുടെ അർത്ഥം ശരിയാക്കി, കാരണം ഇവിടെ വ്യതിചലിച്ചിട്ടില്ല. സച്ചിദാനന്ദ ഘന ബ്രഹ്മം എഴുതിയിരിക്കുന്നു. ബ്രഹ്മണയുടെ അർത്ഥം ഇവിടെ 4ാം അധ്യായത്തിലെ 32ാം ശ്ലോകവും എഴുതേണ്ടതുണ്ട്. സച്ചിദാനന്ദ ഘന ബ്രഹ്മത്തിന്റെ വാണിയിലും അത് വിസ്തരിച്ചിരിക്കുന്നു. 4ാം അധ്യായത്തിലെ 34ാം ശ്ലോകത്തിൽ പറയുന്നു, തത്വജ്ഞാനമാണ് 5ാം വേദത്തിലുള്ളത്, സൂക്ഷ്മവേദത്തിലുള്ളത്. ആ തത്വജ്ഞാനം നീതിദർശിയായ ഗുരുവിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തെ നിങ്ങൾ പ്രണമിച്ച് കാപട്യം വെടിഞ്ഞ് ഭക്തിയോടെ ചോദ്യം ചോദിച്ചാൽ തത്വദർശിയായ ഗുരു നിങ്ങൾക്ക് പരമാത്മാവിന്റെ ജ്ഞാനം പകരും. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഗീത പകർന്നു തന്നയാൾക്ക് 5ാം വേദത്തെക്കുറിച്ച് അറിവില്ല. അതുകൊണ്ട് അദ്ദേഹം ഓപ്ഷൻ ഇട്ടിരിക്കുന്നു, നിങ്ങൾ ജ്ഞാനം തത്വദർശിയായ ഗുരുവിൽ നിന്ന് നേടണമെന്ന്. അതിനാൽ പരമേശ്വർ കബീർദാസ് ജി സ്വയം വരുന്നു. പൂർണ്ണ ബ്രഹ്മ തത്വദർശിയായ ഗുരുവിന് ഉത്തരം നൽകാൻ സാധിക്കുന്നു. 600 വർഷം മുൻപ് പരമേശ്വർ കബീർജി വർഷം 1398
സംവന്ത് 1455, വിക്രമി സംവന്ത് 1455 ജൂൺ ജ്യേഷ്ഠ പൗർണമി ദിനത്തിൽ ഒരു ശിശുവിൻ്റെ രൂപത്തിൽ താമരപ്പൂവിൽ വിരാജിതനായി കാശിയിലെ ലഹർതാർ തടാകത്തിൽ ശേഷം ലീലകൾ കാട്ടി വളർന്നു. അദ്ദേഹം 600 വർഷം മുൻപ് ആ സൂക്ഷ്മവേദത്തിലെഴുതി അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് ഈ ദാസൻ ഇപ്പോൾ തൻ്റെ ശബ്ദത്തിൽ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഈ ദാസൻ ഇപ്പോൾ പരമാത്മാവിൻ്റെ ജ്ഞാനത്തെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കും. പരമേശ്വരൻ പറയുന്നു, ഏറ്റവും ആദ്യം ഒരേ ഒരു പൂർണ്ണ പരമാത്മാവുണ്ടായിരുന്നു, കബീർ ദേവാണ്. അദ്ദേഹം അനാമയ ലോകത്തിലാണ്. അനാമയ ലോകത്ത് പരമാത്മാവ് തനിച്ചാണ്. അതിനുശേഷം പരമേശ്വരൻ മറ്റു 3 പേരുടെ കാര്യം പരാമർശിച്ചു. അഗഹ് ലോകത്തിന് താഴെ അനാമയ ലോകം, അനാമി ലോകമെന്നും വിളിക്കാം അഗഹ് ലോകത്തെ. അഗഹ് ലോകത്തിന് താഴെ അകം ലോകമാണ്. അതിന് നെക്സ്റ്റ് അലക് ലോകമാണ്. അതിന് 3-ാം സ്ഥാനത്തിന് താഴെ സത് ലോകമാണ്. അതിനെ സനാതന പരമക്ഷേത്രം എന്ന് വിളിക്കുന്നു. സത്ലോകത്തിൽ പരമാത്മാവ് സത്പുരുഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരേ ഒരു ഈശ്വരൻ തൻ്റെ 3 രൂപങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഇപ്രകാരം പ്രത്യേക ലോകത്തിൽ പരമാത്മാവ് പല പല പേരുകളിൽ പല പല രൂപങ്ങളിൽ സ്വയം വിരാജിക്കുന്നു. ഇപ്പോൾ സത്ലോകത്തിൽ സൃഷ്ടി നടക്കുകയാണ്. പുണ്യാത്മാക്കളെ, കേവലം പൃഥ്വി ലോകത്തിൽ, ഈ പൃഥ്വി ഗ്രഹത്തിൽ സൃഷ്ടി നടക്കും പോലെ മറ്റ് ഗ്രഹങ്ങളിലെല്ലാം സൃഷ്ടിയില്ലാതെയും കിടക്കുന്നു. ചൊവ്വാഗ്രഹം, ബുധഗ്രഹം, പിന്നെ ശനിഗ്രഹം, ഇവിടെയെല്ലാം ശൂന്യമാണ്. ഇപ്രകാരം സത്ലോകത്തിൽ പരമാത്മാ സത്പുരുഷൻ കബീർ ദേവ് അദ്ദേഹത്തെ പരമ അക്ഷര ബ്രഹ്മമെന്നും വിളിക്കുന്നു. അദ്ദേഹം അവിടെ സത്ലോകത്തിൽ രചന ആരംഭിച്ചു കഴിഞ്ഞു. ഒരു വചനം കൊണ്ട് 16 ദ്വീപുകൾ അദ്ദേഹം നിർമ്മിച്ചു. 16 ദ്വീപുകൾ. പിന്നെ ഓരോരോ ദ്വീപിലും ഓരോ പുത്രന്മാരെ സൃഷ്ടിച്ചു. 16 പുത്രന്മാരോടും ഓരോ ദ്വീപിൽ വസിക്കാൻ പറഞ്ഞു. തൻ്റെ 16 പുത്രന്മാരിൽ ഒരാളുടെ പേര് അജിന്ത് എന്നായിരുന്നു. അജിന്തിനോട് പറഞ്ഞു കുറച്ച് സമയങ്ങൾ പിന്നിടുമ്പോൾ സൃഷ്ടി നടത്തണമെന്ന്. പരമാത്മാവ് അദ്ദേഹത്തിൻ്റെ പുത്രന്മാർക്ക് മനസ്സിലാക്കി കൊടുത്തത് എന്തെന്നാൽ, സമൃദ്ധ ശക്തിയില്ലാതെ പ്രയത്നം അത് സഫലമാകില്ലെന്നാണ്. വീണ്ടും പറയുന്നു, ന ജിസ്കാ കാം ഉസിക്കോ സാജെ ഓർ കരേത്തോ മൂർഖ് ബാജെ. അജിന്ത് തൻ്റെ വചനത്താൽ ഒരു വ്യക്തിയെ സൃഷ്ടിച്ചു. അവന് പേരിട്ടത് അക്ഷരപുരുഷ് എന്നാണ്. അജിന്ത് തൻ്റെ വചനത്താൽ താൻ സൃഷ്ടിച്ച പുത്രൻ അത് അവിനാശിയായ പുരുഷനാണെന്ന് ധരിച്ചു. അവനെ അക്ഷർ പുരുഷൻ എന്ന് വിളിച്ചു. അവനോട് പറഞ്ഞു, നീ സൃഷ്ടിയിൽ എന്നെ സഹായിക്കണമെന്ന്. അവിടെ പരമാത്മാവ് പ്രത്യേക ദ്വീപ് നിർമ്മിച്ചപ്പോൾ പ്രത്യേക ദ്വീപിൽ മാനസരോവരം നിർമ്മിച്ചു. മറ്റൊരു മാനസരോവർ, കോമണായ ഒരു മാനസരോവർ. അപ്പോൾ അക്ഷരപുരുഷ് മാനസരോവറിൽ കുളിക്കുവാൻ പോയി. കുളിച്ച് ആഴത്തിലേക്ക് പോയി. അവിടെ വെള്ളത്തിനുള്ളിൽ കിടന്നുറങ്ങി. ഉറക്കം വന്നുപോയി. പുണ്യാത്മാക്കളെ, സത്ലോകത്തിൽ ശരീരത്തിന് ശ്വാസം വേണ്ട ഒരുപാട് സമയം കഴിഞ്ഞ് പുറത്തു വന്നില്ല. അപ്പോൾ പരമേശ്വർ കബീർജി ആ കുളത്തിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്തു. തൻ്റെ വചനത്താൽ മാജിക്കുകാരനെ പോലെ അത് അദ്ദേഹം മുട്ടയാക്കി മാറ്റി. ആ മുട്ടയിലേക്ക് അദ്ദേഹം ആത്മാവിനെ പ്രവേശിപ്പിച്ചു. ആ മുട്ട ആ മാനസരോവരത്തിൽ തന്നെ നിക്ഷേപിച്ചു. അത് ഗഡ് ഗഡ് ശബ്ദമുണ്ടാക്കി താഴേക്ക് പോയി.
അപ്പോൾ അക്ഷരപുരുഷനെ നിദ്രയിൽ നിന്ന് ആ ശബ്ദം ഉണർത്തി. തന്നെ ഉണർത്തിയതിനാൽ അവന് കോപം വന്നു. അവൻ മുട്ടയുടെ നേർക്ക് അതികോപത്തോടെ നോക്കി ആരാണ് തന്നെ ഡിസ്റ്റർബ് ചെയ്തതെന്ന്. ആ കോപം കൊണ്ട് മുട്ട പൊട്ടിപ്പോയി. മുട്ട രണ്ടായി പിളർന്നു. അതിൽ നിന്ന് ബ്രഹ്മ പുറത്തു വന്നു. മുന്നോട്ട് പോയാൽ ഈ ഇതിഹാസത്തിൽ, ഈ കെട്ടുകഥയിൽ, ഈ കള്ളക്കഥയിൽ ദാസൻ നിങ്ങളോട് പറയുന്ന സത്യനാരായണന്റെ കഥ. ഇന്നുവരെ വിഷ്ണുവിനെ സത്യനാരായണനായി കണ്ട് സത്യനാരായണന്റെ കഥ പറഞ്ഞു. അത് സത്യനാരായണന്റെ കഥയല്ല. ഇപ്പോൾ സത്യനാരായണന്റെ കഥ, സത്യനാരായണൻ എന്നാൽ അവിനാശി ഭഗവാന്റെ കഥ. അതിൽ നിന്ന് ഈ ബ്രഹ്മ പുറത്തു വന്നു. മുന്നോട്ട് പോയാൽ നിങ്ങൾ 3 പ്രഭുക്കന്മാരെ കാണും. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരനെ കൂടാതെ ഒരാൾ ക്ഷർ ബ്രഹ്മ അഥവാ ക്ഷരപുരുഷൻ. രണ്ടാമൻ അക്ഷരപുരുഷ് അഥവാ അക്ഷരബ്രഹ്മ. അക്ഷരപുരുഷെന്നോ അക്ഷരബ്രഹ്മമെന്നോ വിളിച്ചോളൂ. കൂടാതെ മുട്ടയിൽ നിന്ന് വന്ന ക്ഷരബ്രഹ്മം. ക്ഷരബ്രഹ്മമെന്നാൽ നാശവാൻ. കാരണം അക്ഷരപുരുഷന് നാമം നൽകിയത് അചിന്തനാണ്. നീ അവിനാശിയായ വ്യക്തിയെ സൃഷ്ടിച്ചു, അക്ഷരപുരുഷൻ. അപ്പോൾ അവൻ സ്വാമിയായി മാറി. പിന്നീട് അതേ പുരുഷനെ പ്രഭു എന്നും വിളിക്കാം. അക്ഷരപുരുഷനെന്നോ അക്ഷരബ്രഹ്മ എന്നോ വിളിക്കൂ. ഒരാളുടെ പര്യായപദമാണ്. ഇതുപോലെ ക്ഷർ പുരുഷൻ എന്ന് പറയൂ. ഈ ബ്രഹ്മ മുട്ടയിൽ നിന്ന് വന്നതാണ്. ഇത് ക്ഷർ പുരുഷനാണ്. ഇതിനെ ക്ഷരബ്രഹ്മ എന്ന് വിളിക്കാം. മറ്റൊരു പേരാണ് ഇതിനെ ജ്യോതിസ്വരൂപി നിരഞ്ജൻ, കാൽ ബ്രഹ്മ. മുന്നോട്ട് പോയാൽ കാലൻ എന്നും വിളിക്കുന്നു. ഇതോർത്തു വയ്ക്കുക പുണ്യാത്മാക്കളെ. നിങ്ങൾ ഈ ഇതിഹാസം പരിചയപ്പെടുന്നത് വരെ സൃഷ്ടിരചനയെക്കുറിച്ച് സദ്ഗ്രന്ഥങ്ങളിൽ നിന്നറിയാൻ കഴിയില്ല. അപ്പോൾ പരമേശ്വരൻ നിർദ്ദേശം നൽകി 2 പേരും പുറത്തു വരുവാൻ. അക്ഷർ പുരുഷ്, നീ നിദ്രയിലായിരുന്നു. നിന്നെ ഉണർത്തുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രോസസ് എല്ലാം നടത്തിയത്. പുറത്തേക്ക് വരൂ. അപ്പോൾ 2 പേരും പുറത്തു വന്നു. അപ്പോൾ പരമാത്മാവ് അചിന്തിനോട് ചോദിച്ചു, അചിന്ത്, നീ ഇപ്പോൾ കണ്ടില്ലേ, സമർത്ഥ ശക്തിയില്ലാതെ ഒരു കാര്യവും സഫലമാകില്ല. നിനക്ക് ഇവനെ പുറത്തിറക്കാൻ പോലും കഴിഞ്ഞില്ല. ഇനി നീ ഓർക്കണം, എൻ്റെ പ്രവൃത്തികളിൽ ഒരിക്കലും നീ ഇനി കൈകടത്താൻ പാടില്ല. അതിനാൽ നിന്റെ ജോലിയിൽ ഞാൻ നിന്നെ സമർത്ഥനാക്കിയിരിക്കുന്നു. അചിന്തൻ അപ്പോൾ തന്നെ ചെവിയിൽ പിടിച്ചു, പരമാത്മാ, ഇനി ഞാനിത് ആവർത്തിക്കില്ല. അപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, ക്ഷർ പുരുഷ് അഥവാ ആരെയാണോ ക്ഷരബ്രഹ്മ എന്ന് വിളിക്കുന്നത്, അവൻ വരുംകാലം ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്റെ പിതാവായ ജ്യോതി നിരഞ്ജനായിരിക്കും. ഈ കഥയിൽ ക്ഷരപുരുഷനോടും അക്ഷരപുരുഷനോടും 2 പേരോടും പറഞ്ഞു, നിങ്ങൾ അചിന്തന്റെ ദ്വീപിൽ വസിക്കുക. അവർ 2 പേരും ആ ആജ്ഞ അനുസരിച്ചു. അപ്പോൾ 3 പേരോ, അചിന്തൻ, അക്ഷരപുരുഷൻ, ക്ഷരപുരുഷൻ അഥവാ ക്ഷരബ്രഹ്മ. ഇവിടെ നമ്മൾ സാധാരണ ഭാഷയിൽ അദ്ദേഹത്തെ ബ്രഹ്മ എന്ന് വിളിക്കുന്നു. ഇനി ഡിഫൈൻ ചെയ്യാം. ബ്രഹ്മാവ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് എന്താണ്? ഇപ്പോൾ 3 പേരും ഒരു ദ്വീപിലാണ് വസിക്കുന്നത്. ബാക്കി മറ്റ് 15 പുത്രന്മാർ, പരമാത്മാവ് തന്റെ വചനം കൊണ്ട് സൃഷ്ടിച്ചവർ, അവർ മറ്റ് സിംഗിൾ ദ്വീപിൽ വസിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് പരമേശ്വരൻ നമ്മളെല്ലാവരോടും, നിങ്ങളോടും, ഈ ബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാ ആത്മാക്കളോടും തൻ്റെ ശരീരം കൊണ്ട്, തൻ്റെ വചനം കൊണ്ട് സൃഷ്ടിച്ച അവിടെ നമ്മളെ സുന്ദരമായ ശരീരങ്ങളിൽ വന്നു. നല്ല ശരീരമാണ് നമ്മുടേത്. എന്നുവെച്ചാൽ സുന്ദരമായ ശരീരം, ഒരു തത്വത്താൽ സൃഷ്ടിച്ചത്. ആ സൂക്ഷ്മ ശരീരം എപ്രകാരമുള്ളതാണെന്ന് വെച്ചാൽ, അത് ശരിക്കും മനുഷ്യ സഹജമായ രീതിയിൽ ഉണ്ടാകുന്ന ഒരു ശരീരമല്ല. മാതാപിതാക്കൾ സംഗമിക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല. അതിൽ നാഡീഞരമ്പുകൾ ഉണ്ടായിരിക്കില്ല. ഈ ശരീരം പരമാത്മാവിൻ്റേതാണ്. സാകാരമാണ്, മനുഷ്യ സദൃശ്യമാണ്, തേജോമയമാണ്. പക്ഷേ പരമാത്മാവിൻ്റെ ശരീരത്തിലെയും നമ്മുടെ ശരീരത്തിലെയും നാഡികളിൽ സമർത്ഥ ശക്തിയിൽ കൂടാതെ അതിൽ നിന്ന് വരുന്ന പ്രകാശത്തിൽ അന്തരമുണ്ട്. പൂർണ്ണ പരമാത്മാ സത്പുരുഷ് അഥവാ
കബീർ ദേവിൻ്റെ സത്ലോകത്തിലുള്ള ശരീരത്തിലെ ഓരോ രോമകൂപത്തിൽ നിന്നും കോടിക്കണക്കിന് സൂര്യചന്ദ്രന്മാരേക്കാൾ പ്രകാശം പുറത്തു വരുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്നോ അവിടെയുള്ള മനുഷ്യരുടെ ശരീരം എന്താണ്? നമ്മളെ പരമാത്മാവ് തൻ്റെ വചനത്തിൽ നിന്ന് സൃഷ്ടിച്ചതാണെങ്കിൽ നമ്മുടെ ശരീരം എങ്ങനെയായിരിക്കും? മനുഷ്യ സദൃശ്യമായിരിക്കും. 16 സൂര്യന്മാർക്ക് സമാനമായ പ്രകാശമുള്ളത്. നമ്മുടെ ഫുൾ ബോഡി ശരീരത്തിൽ 16 സൂര്യന്മാരുടെ പ്രകാശം. പക്ഷേ ഈ സൂര്യന് ചൂടുണ്ടാകില്ല. നമ്മളെല്ലാവരും അവിടെ വസിക്കും, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. അവിടെ ഒന്നിനും കുറവുണ്ടാവുകയില്ല. അത് ജരാനരയോ മരണമോ ഉണ്ടാകില്ല. അവിടെ ജനനമോ മരണമോ ഉണ്ടാകില്ല. അവിടെ വാർദ്ധക്യമുണ്ടാകില്ല. പുണ്യാത്മാക്കളെ ചിന്തിക്കണം. നമ്മൾ എത്രത്തോളം ദുഃഖിതരാണ്. എന്നിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് മരിക്കരുതെന്നാണ്. നമ്മൾക്കറിയാം മരണം ഡെഫിനറ്റായി ഉണ്ടാവും. അതാണ് ഇവിടുത്തെ രീതി. എന്നിട്ടും മരിക്കാൻ നമുക്ക് ആഗ്രഹമില്ല. കാരണം എന്താണ്? നമ്മൾ ആ ലോകത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, മരണമില്ലാത്തിടത്ത്. അതുകൊണ്ടാണ് നമ്മുടെ മരണം നമുക്ക് ഇഷ്ടമല്ലാത്തത്. അത് തികച്ചും ശരിയാണ്. സഹോദരാ, നീ എന്തിനാണ് ജനിച്ചത്? പിന്നെന്തിനാണ് മരിക്കുന്നത്? 30, 40, 50, 60, 70, 80 വയസ്സുവരെ നമ്മൾ വീടും കൂടും ഉണ്ടാക്കാനുള്ള തിരക്കിനാണ്. പക്ഷേ നമുക്കവിടെ വസിക്കാനാവില്ല. ഒരു നിമിഷത്തിൽ കൊന്നുകളയുന്നു ഇവിടുത്തെ ദൈവം. അവിടെ ജരയും മരണവും ഉണ്ടായിരുന്നില്ല. ജര എന്നാൽ വാർദ്ധക്യം. ആർക്കും വൃദ്ധനാകുന്നത് ഇഷ്ടമല്ല. എല്ലാവർക്കും യുവാവായി ജീവിക്കണം. വലിയ വലിയ നേതാക്കൾ സർജറി ചെയ്യുന്നു, മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എപ്പോൾ വരെ ചെയ്യും? 10 വർഷം കഴിഞ്ഞാൽ അതൊക്കെ ഫ്യൂസാകും. ഞാൻ പറഞ്ഞതിനർത്ഥം എന്തെന്നാൽ നമ്മുടെ നേച്ചർ ഇങ്ങനെയാണ്. യൗവനം വേണം, പക്ഷെ അതിന് പരിഹാരം ആർട്ടിഫിഷ്യലാണ്. പക്ഷേ അവിടെയെല്ലാം ഒറിജിനലായിരുന്നു. അതിനാൽ നമ്മൾ അവിടെ ജീവിച്ചു. കുറച്ച് ദിവസം മാത്രം. ദിവസങ്ങൾ അവിടെയില്ല. കാരണം ദിവസമെന്നാൽ നമ്മൾ പറയുന്നതാണ്. അവിടെ ദിനരാത്രങ്ങളില്ല. തേജോമയവും പ്രകാശമയവുമായ ലോകമാണ്. ആത്മാക്കളെല്ലാം പ്രകാശമുള്ളവരാണ്. അവിടെ സൂര്യൻ്റെ ഉദയാസ്തമയങ്ങളില്ല. അവിടെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഈ ജ്യോതി നിരഞ്ജൻ അവനെ ക്ഷരപുരുഷൻ എന്ന് വിളിക്കും, ക്ഷരബ്രഹ്മം എന്നും വിളിക്കും. ഗീതയിൽ സ്വയം തന്നെ വിളിക്കുന്നത് കാലൻ എന്നാണ്. അത് ബ്രഹ്മാണ്. അദ്ദേഹം ശ്രീകൃഷ്ണന്റെ ശരീരത്തിൽ പ്രവേശിച്ച് പറയുന്നു, ഇനി ഇതിഹാസത്തിലേക്ക് പോകാം. നിങ്ങളോട് ഡീറ്റെയിലായി പറയാം. ഇത് നിങ്ങൾ ധൈര്യപൂർവ്വം കേൾക്കുക, ഈ കഥ. കാരണം ആദ്യമായി ഇത് കേൾക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് തോന്നും. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് ഈ പ്രമാണം നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും. നിങ്ങളത് സ്വീകരിച്ചിരിക്കും. കുറച്ച് സമയം കഴിഞ്ഞ് ഈ ക്ഷരപുരുഷനിൽ ഒരു വിത്ത്, ഒരു ദുഷ്ടചിന്ത ഉണ്ടായി വരും. അവൻ ചിന്തിച്ചു, നമ്മൾ 3 പേരും ഒരു ദ്വീപിലാണ്. കൂടാതെ നമ്മുടെ സഹോദരന്മാർ മറ്റ് പല പല ദ്വീപുകളിലാണ്. ആ പ്രദേശങ്ങളിലും ഈ രീതി പിന്തുടർന്നാലേ രാജ്യം ലഭിക്കുകയുള്ളൂ. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഒറ്റക്കാലിൽ തപസ് ചെയ്തു. 70 യുഗങ്ങൾ, ഇവിടത്തെ 70 യുഗങ്ങൾ തപസ് ചെയ്തു. അപ്പോൾ പൂർണ്ണ പരമാത്മാവ് സത്പുരുഷൻ കബീർ ദേവ്ജി ചോദിച്ചു, പുത്ര, നീ എന്തിനു വേണ്ടിയാണ് തപം ചെയ്തത്? എന്താണ് നിനക്ക് വേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ദ്വീപ് എന്നെ സംബന്ധിച്ച് വളരെ ചെറുതാണ്. ഞങ്ങൾ 3 പേരും ഒരു ദ്വീപിലാണുള്ളത്. മറ്റു സഹോദരങ്ങൾ ഓരോരോ ദ്വീപിലായി ഇവിടെ വസിക്കുകയാണ്. എനിക്ക് പ്രത്യേകമായ സ്ഥാനം വേണം. പരമാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ശരി സഹോദര, നിനക്ക് 21 ബ്രഹ്മാണ്ടങ്ങൾ നൽകാം. ഒരു പിതാവ് തൻ്റെ മകന് 21 പ്ലോട്ട് കൊടുക്കുന്നത് പോലെ. ദാ മകനെ, നിന്റെ വിഹിതത്തിൽ 21 പ്ലോട്ട് എടുത്തോളൂ. ഇപ്പോൾ ആ പ്ലോട്ട് നേടിയിട്ട് 21 ബ്രഹ്മാണ്ടങ്ങൾ നേടിയിട്ട് ക്ഷരബ്രഹ്മ, സന്യാസിമാരുടെ ലാംഗ്വേജിൽ ഞങ്ങൾ ക്ഷരബ്രഹ്മ എന്ന് പറയും. ക്ഷര, അക്ഷര, അക്ഷരബ്രഹ്മ, പരം അക്ഷരബ്രഹ്മാണ്. അജിന്തന്റെ വചനത്തിൽ നിന്ന് ഉത്ഭവിച്ചത് ക്ഷരബ്രഹ്മ, പരമാത്മാവിന്റെ വചനത്താൽ മുട്ടയിൽ നിന്ന് ഉത്ഭവിച്ചത് ക്ഷരബ്രഹ്മ. 21 ബ്രഹ്മാണ്ടങ്ങളിൽ എല്ലായിടത്തും പോയി നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു,
കുറച്ച് കൺസ്ട്രക്ഷൻ നടത്തേണ്ടതുണ്ട്. ഈ ഉദ്ദേശത്തോടെ അദ്ദേഹം വീണ്ടും 70 യുഗം തപസ് ചെയ്തു. അപ്പോൾ പരമേശ്വരൻ ചോദിച്ചു, ഇനി നിനക്കെന്താണ് വേണ്ടത്? പ്ലോട്ട് നൽകിയില്ലേ? 21 ബ്രഹ്മാണ്ടങ്ങൾ നൽകി. അപ്പോൾ അവൻ പറഞ്ഞു, പ്രഭു, കുറച്ച് കൺസ്ട്രക്ഷൻ, അതായത് സൃഷ്ടിക്കാനുള്ള വസ്തുക്കൾ നൽകിയാലും ഇതിൽ നിർമ്മാണം നടത്താനാണ്. ഇപ്പോൾ പ്ലോട്ട് നൽകിയതുപോലെ. അപ്പോഴും അവൻ്റെ പക്കൽ ഒന്നുമില്ല. അച്ഛനോട് ചോദിക്കുന്നു, പണം തരൂ, അല്ലെങ്കിൽ ഇഷ്ടിക, സിമന്റ്, മെറ്റീരിയൽ അവൈലബിൾ ചെയ്യൂ. അപ്പോൾ പരമേശ്വർ കബീർദേവ് ഈ ക്ഷരബ്രഹ്മിന് 5 തത്വങ്ങളും 3 ഗുണങ്ങളും നൽകി. ഇതാ മകനെ, കളിപ്പാട്ടം നീ കളിച്ചോളൂ. അത് കിട്ടിയപ്പോൾ അവന് സന്തോഷമായി. അപ്പോൾ അവൻ ചിന്തിച്ചു, ഇതിൽ കൺസ്ട്രക്ഷനും നടത്താം. അപ്പോൾ പിന്നെ തനിച്ചെങ്ങനെ ശരിയാകും? കുറച്ച് ആത്മാക്കളെയും ഭഗവാനിൽ നിന്നും നമുക്ക് നേടിയെടുക്കാം. ഈ ക്ഷരബ്രഹ്മ, ഈ കാലഭഗവാൻ വീണ്ടും തപസ് ചെയ്യാൻ തുടങ്ങി, ഒറ്റക്കാലിൽ നിന്നുകൊണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ കാലത്തിൽ എങ്ങനെ കുടുങ്ങി? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പുണ്യാത്മാക്കളെ, നന്നായി ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ കുടുങ്ങിയത് എങ്ങനെ നോക്കാം. അതോടൊപ്പം അദ്ദേഹം എങ്ങനെ ഇതൊക്കെ നേടിയെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ എങ്ങനെ നമ്മൾ കുടുങ്ങിയിരിക്കുന്നു. ഈ ബ്രഹ്മത്തിൻ്റെ, ക്ഷരബ്രഹ്മത്തിനൊപ്പം നമ്മൾ ഇവിടെ എത്തി. അതിനാലാണ് നമ്മൾ ദുഃഖം അനുഭവിക്കുന്നത്. നമ്മുടെ പിതാവിനെ വിട്ടുപോയിരുന്നു, ഒന്നിനും കുറവില്ലാത്തിടത്തു നിന്ന്. ജനന മരണങ്ങൾ എല്ലായിടത്തും നിന്ന് നമ്മൾ എങ്ങനെ കുടുങ്ങി? നമ്മൾ അങ്ങോട്ട് നോക്കി. അദ്ദേഹത്തിൻ്റെ തപസ്സിൽ നിന്നുകൊണ്ട് തപസ് ചെയ്തത്, ഒറ്റക്കാലിൽ നിന്നുകൊണ്ട്. നമ്മളെല്ലാം അതിൽ ആസക്തരായി മാറി. ഇത്രയും ആസക്തരായി നോക്കൂ, എത്ര നാൾ ഒറ്റക്കാലിൽ തപസ് ചെയ്തുവെന്ന്. ചിലപ്പോൾ ഈ കാലിൽ നിൽക്കും, ചിലപ്പോൾ ആ കാലിൽ നിൽക്കും. അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നമ്മൾ ഇദ്ദേഹത്തിൻ്റെ രീതികളോട് ആകൃഷ്ടരായി നമ്മുടെ ഭഗവാനിൽ നിന്ന് അകന്നു. സർവസുഖങ്ങളും നൽകിയവനിൽ നിന്ന് എല്ലാ സുഖസൗകര്യങ്ങളും നേടിയെടുക്കുകയാണ്. അവനിൽ നിന്നകന്ന് ഇവിടെ ആസക്തരായി. പുണ്യാത്മാക്കളെ, ഈ അസുഖം, ഈ സ്വഭാവം നമ്മൾക്കെല്ലാവർക്കും അവിടെ നിന്നാണ് ലഭിച്ചത്. ഇവിടെയുള്ള ഹീറോയിൻസിനെ പോലെ നടന്മാരും നടിമാരും അന്നന്നത്തെ ഭക്ഷണത്തിനായാണ് ആക്ടിങ് ചെയ്യുന്നത്, അഭിനയിക്കുന്നത്, മുങ്ങിപ്പൊങ്ങുന്നത്. പക്ഷേ ഈ യുവാക്കളും കുട്ടികളും അവരെ കണ്ട് ആകൃഷ്ടരാകുന്നു. അതുപോലെ ഏതെങ്കിലും ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ അഥവാ അഭിനേതാവ് അല്ലെങ്കിൽ അഭിനേത്രി ഇവിടെ ബർവാരയിൽ വന്നാൽ, ഹിസാറിൽ വന്നാൽ, അപ്പോൾ നോക്കൂ, ഈ കുട്ടികളുടെ, ഈ കോളേജ് കുട്ടികളുടെ, മുതിർന്ന കുട്ടികളുടെ ഒരു വലിയ കൂട്ടമാകും ഇവിടെ. കുറഞ്ഞത് 200, 300, 400 അടി ദൂരെ നിന്ന് അവരെ നോക്കി അവിടെ നിൽക്കും. ആ അഭിനേതാവ് അല്ലെങ്കിൽ ആ അഭിനേത്രി അവിടെ നിൽക്കുന്നത് വരെ അവർ അവരുടെ വയറിന് വേണ്ടിയാണ് ഈ ജോലി ചെയ്യുന്നത്. കുട്ടികൾ ഒരു കാര്യവുമില്ലാതെ പോകുന്നു. അവരെ കാണുന്നതിനായി. വാങ്ങിവെച്ചോളൂ, എന്തെങ്കിലും തന്നാൽ ഇവർക്ക് എന്ത് നൽകും? ഇടികൊണ്ട് വൈകിട്ട് വിശന്ന് തിരികെ വീട്ടിലെത്തും. ഇതുപോലെ നമ്മൾ ഈ കാലത്തിൽ ആസക്തരായിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു കഴിഞ്ഞു. പരമേശ്വർ കബീർദേവ് നിരവധി തവണ നമുക്ക് മുന്നറിയിപ്പ് നൽകി. ആരും ഈ ജ്യോതി നിരഞ്ജന്റെ ഈ ഡ്രാമ കാണരുതെന്ന്, ഇതിൽ ആകൃഷ്ടനാകരുതെന്ന്. നിങ്ങളുടെ യജമാനനെ ശ്രദ്ധിക്കൂ. നമ്മൾ സമാധാനമുള്ളവരെ കാണപ്പെട്ടു. ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന മട്ടിൽ. പക്ഷേ ഉള്ളിലെ ആഗ്രഹം അടക്കാനായില്ല. അവൻ അന്തർയാമിയാണ്. ആ സമയം പരമാത്മാവ്
നിരവധി തവണ പറഞ്ഞിട്ടും ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ തിരിച്ചില്ല. നമ്മുടെ ആത്മാവിനെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞില്ല. ഉള്ളിൽ ആസക്തി നിറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹം 3-ാം തവണ തപസ് ചെയ്തപ്പോൾ പരമാത്മാവിൽ നിന്ന് ആത്മാക്കളെ വേണമെന്നാവശ്യപ്പെട്ടു. പരമേശ്വരൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, 3-ാം തവണ തപസ് ചെയ്തപ്പോൾ ചോദിച്ചു, എന്താണ് വേണ്ടതെന്ന്. ജ്യോതി നിരഞ്ജൻ ചോദിച്ചതെല്ലാം ഞാൻ നൽകിക്കഴിഞ്ഞല്ലോ എന്ന്. അപ്പോൾ നിനക്കെന്താണ് വേണ്ടതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ജ്യോതി നിരഞ്ജൻ അഥവാ ക്ഷരപുരുഷൻ പറഞ്ഞു, പ്രഭു, എനിക്ക് കുറച്ച് ആത്മാക്കളെ തരൂ. എനിക്കവിടെ തനിച്ച് കഴിയാൻ പറ്റില്ല. 21 ബ്രഹ്മാണ്ടത്തിൽ ഞാൻ തനിച്ച് എങ്ങനെ കഴിയും? അപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, സഹോദര, നോക്കൂ, നിന്റെ തപസ്സിന്റെ ഫലമായി 64 യുഗം തപസ് ചെയ്തതിനാൽ ഞാൻ കൂടുതൽ രാജ്യം നിനക്ക് നൽകാം. ഇനിയും വസ്തു ചോദിക്കൂ, ഞാനത് നിനക്ക് നൽകാം. പക്ഷേ നിനക്ക് ആത്മാവിനെ നൽകാൻ കഴിയില്ല. കാരണം ഇത് എൻ്റെ ആത്മാവാണ്, എൻ്റെ വചനത്താൽ ജനിച്ചത്, എൻ്റെ അംശം ഞാൻ എങ്ങനെ നൽകും? പക്ഷെ പരമാത്മാവ് ഒരു ഓപ്ഷൻ നൽകി. എന്തെന്നാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. സ്വന്തം ഇഷ്ടത്തോടെ വരുന്നവരെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പക്ഷേ ഞാനായി ആരെയും അതിൻ്റെ ഉള്ളിൽ തള്ളിയിടില്ല. അപ്പോൾ ജ്യോതി നിരഞ്ജൻ എൻ്റെ അടുത്ത് വന്നു. ക്ഷർപുരുഷ് എൻ്റെ അരികിൽ വന്നു. എത്ര ആത്മാക്കളാണ് ഇവൻ്റെ ബ്രഹ്മാണ്ടത്തിൽ? ഞങ്ങൾ ജയിലിലായതുപോലെ വലിയ കഷ്ടമാണിവിടെ. എല്ലാ ആത്മാക്കളും ഇവൻ്റെ 4 ചുറ്റും കറങ്ങുകയാണ്. ഹീറോ വന്നതുപോലെ, നടൻ വന്ന പോലെ. അവൻ പറഞ്ഞു, ഞാൻ പിതാവിനെ 70 യുഗം തപസ് ചെയ്ത് വളരെ വലിയ ബ്രഹ്മാണ്ടം കരസ്ഥമാക്കി. അവിടെ ഞാൻ സ്വർഗമുണ്ടാക്കും. ഞാനവിടെ സ്വർഗമുണ്ടാക്കും, മഹാസ്വർഗമുണ്ടാക്കും. രത്നങ്ങളും മുത്തുകളും കൊണ്ട് പർവ്വതമുണ്ടാക്കും, പാലൊഴുകുന്ന നദിയുണ്ടാക്കും. നിങ്ങളും വരൂ എൻ്റെ ഒപ്പം. ഞങ്ങൾക്ക് മുമ്പ് തന്നെ ആഗ്രഹങ്ങളുണ്ട്. അവനിത് നിർമ്മിക്കുന്നതിന് മുൻപ് അവനിൽ ഞങ്ങൾ ആകൃഷ്ടരായിരുന്നു. എല്ലാവരും പറയുന്നു തയ്യാറാണെന്ന് താങ്കൾ ഒപ്പം വരുവാൻ. പക്ഷേ പിതാവ് സമ്മതിച്ചാൽ ഞങ്ങളും പോകുമായിരുന്നു. ഈ ക്ഷർപുരുഷൻ പരമേശ്വർ കബീർ ദേവ് ജിയോട്, പൂർണ്ണ ബ്രഹ്മത്തോട്, പരമ അക്ഷര ബ്രഹ്മത്തോട് പ്രാർത്ഥിച്ചു. പോയി വന്ന് പ്രഭുവിന് മുന്നിൽ കൈകൂപ്പി നിന്ന് പറഞ്ഞു, പരമേശ്വര, ചില ആത്മാക്കൾ എൻ്റെ കൂടെ വരാൻ തയ്യാറാണ്. പരമാത്മാവ് പറഞ്ഞു, പരമേശ്വർ കബീർ ദേവ്ജി പറഞ്ഞു, എൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കാം. അപ്പോൾ ഞാൻ വിടുന്നതാണ്. അപ്പോൾ പരമേശ്വർ വന്നു, കബീർ ദേവ്ജി നമുക്കരികിൽ വന്നു, ഒപ്പം ജ്യോതി നിരഞ്ജനും വന്നു. പരമേശ്വർ കബീർ ദേവ്ജി അക്ഷരബ്രഹ്മ ചോദിച്ചു, ആത്മാക്കളെ ജ്യോതി നിരഞ്ജനൊപ്പം അഥവാ ക്ഷർപുരുഷനൊപ്പം പോകാൻ താല്പര്യമുള്ളവർ കൈപൊക്കി സമ്മതം പറയൂ. അപ്പോൾ തങ്ങളുടെ പിതാവിന് മുന്നിൽ ധൈര്യം വന്നില്ല. ഒരാത്മാവിനും അതിനുള്ള ധൈര്യം തോന്നിയില്ല. എല്ലാവരും തല കുനിച്ചു നിന്നു. അപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, ഏയ് ജ്യോതി നിരഞ്ജൻ, ഹേ ക്ഷർപുരുഷ, നീ പറഞ്ഞില്ലേ ചില ആത്മാക്കൾ തയ്യാറാണെന്ന്? ആരും മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ ഒരാത്മാവ് ആദ്യം എഴുന്നേറ്റ് നിന്നു. അവൻ കരുതി തങ്ങൾ ഇവിടെ തന്നെ കഴിയേണ്ടി വരുമെന്ന്. അവൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, പിതാവേ, അവർ കൈ ഉയർത്തി, ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് നമ്മളെപ്പോലെ പലരും കരുതി അവിടെ കഴിയേണ്ടി വരുമെന്ന്. നമ്മളും എല്ലാവരും അതുപോലെ കൈ ഉയർത്തി. എണ്ണാനാവാത്തത്ര, കൗണ്ടിങ് ചെയ്യാൻ കഴിയാത്തത്ര ആളുകൾ അവനോടൊപ്പം ഇവിടെ എത്തി പരമാത്മാവിൻ്റെ പക്കൽ. അവിടെ എല്ലാം കൗണ്ടിങ് ആണ്, എല്ലാം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ ആണ്. പക്ഷേ നമുക്കത് എണ്ണുവാൻ കഴിയില്ല. 21 ബ്രഹ്മാണ്ടങ്ങളിലെ ജീവികളെല്ലാം സദ്ലോകത്തിൽ നിന്ന് വന്നവരാണ്. കിളികളായാലും ആനയായാലും രാജാവായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും. അപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, സഹോദര, ശരി, ജ്യോതി നിരഞ്ജ, ആരൊക്കെയാണോ നിന്റെ ഒപ്പം സ്വമനസാലെ ആഗ്രഹിക്കുന്നത് അവരുടെ എല്ലാം നമ്പർ ഞാൻ നേരിട്ട് നോട്ട് ചെയ്തു.
അതെന്റെ പക്കലുണ്ട്. ഇനി നിന്റെ ബ്രഹ്മാണ്ടത്തിലേക്ക് പോകൂ. കാരണം ഈ ബ്രഹ്മാണ്ടം ആദ്യം അവിടെയായിരുന്നു, സദ്ലോകത്തിന്റെ ലാസ്റ്റ് കോണിൽ, ഏകാന്തമായ സ്ഥാനത്ത്. സദ്ലോകത്തിൽ ഞാൻ വസിക്കുന്നത് മെയിൻ സദ്ലോകത്തിലാണ്. പുറത്തുള്ള ഒരു വില്ലേജ് പോലെ നമ്മുടെ ഡൽഹി നഗരം നിങ്ങൾക്കറിയാമായിരിക്കും. അതിൻ്റെ നടുക്ക് അവിടെ ഞാനുണ്ട്. അതും ഈ കാലത്തിലെ ഡൽഹി. മനസ്സിലാക്കൂ, അവിടെ 21 ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായിരുന്നു. നിരഞ്ജൻ മടങ്ങിപ്പോയി തൻ്റെ ബ്രഹ്മാണ്ടത്തിലേക്ക്. ക്ഷരപുരുഷൻ അവനെ ജ്യോതി നിരഞ്ജൻ എന്നും വിളിക്കുന്നു. കാലം അവനെ കാലൻ എന്നും വിളിക്കും. മുന്നോട്ട് പോകുമ്പോൾ മറ്റ് പല പേരുകളും അവന് ലഭിക്കും. ഈ കഥയിൽ അവിടെ പരമാത്മാവ് എന്ത് ചെയ്തു? ആദ്യം കൈ ഉയർത്തിയ ആത്മാവില്ലേ, ക്ഷർ പുരുഷനോടൊപ്പം പോകുവാൻ ആദ്യം മുന്നോട്ട് വന്നയാൾ, പരമേശ്വരൻ അതിനെ ഒരു യുവതിയാക്കി മാറ്റി. പക്ഷേ അവർക്ക് ജനനേന്ദ്രിയം നൽകിയില്ല. അവർക്കൊപ്പം വരാൻ സ്വമനസ്സാലെ ആഗ്രഹിച്ച മറ്റ് എല്ലാ ആത്മാക്കളെയും ബീജരൂപത്തിലാക്കി തൻ്റെ വചനത്താൽ, എന്നിട്ട് ദുർഗയുടെ ഉള്ളിൽ പ്രവേശിപ്പിച്ചു. ഇക്കാലത്ത് ഈ മാർഗത്തെക്കുറിച്ച് അറിയാൻ എളുപ്പമാണ്. ഡോക്ടർമാർ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. 1 ഗ്രാം ബ്ലഡിൽ അറിയില്ല എത്രത്തോളം 80 ലക്ഷം 50 ലക്ഷം ജീവാണു ഒരേപോലെ ഉണ്ടെന്ന്. മറ്റ് ടൈപ്പിലുള്ള ആ ബ്ലഡ് മറ്റൊരാളിൽ പകർന്നു. ഇങ്ങനെ ജീവാണുക്കളും മറ്റൊരാൾക്ക് നൽകാൻ കഴിയും. അങ്ങനെ പരമാത്മാവ് ആ പെൺകുട്ടിയെ യുവതിയാക്കി. അവൾക്ക് പേര് നൽകി പ്രകൃതി ദേവി. അവളെ മായ എന്നും വിളിക്കുന്നു. പറയൂ, ആദിമായ പ്രകൃതി ദേവി. മുന്നോട്ട് പോകുമ്പോൾ ഇവളെ നമ്മൾ അഷ്ടാംഗി എന്നും ദുർഗ എന്നും വിളിക്കും. ഇപ്പോൾ അവളെ നമുക്ക് ശ്രീ ദുർഗ എന്ന് വിളിക്കാം. ദുർഗാദേവിയുടെ ശരീരത്തിൽ എല്ലാ വിധത്തിലുള്ള ആത്മാക്കളും പ്രവേശിച്ചു. പരമേശ്വരൻ പറഞ്ഞു, മകളെ, നിന്നെ ഞാൻ ആശീർവദിച്ചിരിക്കുന്നു. എല്ലാ ആത്മാക്കളും നിന്റെ ഉള്ളിൽ പ്രവേശിച്ചു. നീ അവിടേക്ക് പോകൂ. ജ്യോതി നിരഞ്ജന്റെ അടുത്ത് അവൻ പറയുന്നത്ര ജീവനുകൾ നിന്റെ വചനത്താൽ നീ ഉൽപ്പാദിപ്പിക്കണം. നരിയും നരനും എല്ലാം നിന്റെ മുന്നിൽ പ്രത്യക്ഷരാകും. പിന്നെ പരമേശ്വരൻ തൻ്റെ പുത്രന് സഹജദാസനോട്, ആ 16 പുത്രന്മാരിൽ ഏറ്റവും ഒന്നാമനായ പുത്രനോട് അദ്ദേഹം പറഞ്ഞു, സഹജദാസനോട് പറഞ്ഞു, പുത്ര, നിന്റെ സഹോദരിയോടൊപ്പം പോകൂ. ജ്യോതി നിരഞ്ജന്റെ അടുത്തേക്ക് കൊണ്ടാക്കൂ. ക്ഷരപുരുഷന്റെ അടുത്തേക്ക് വിടൂ. അവനെ ക്ഷരപുരുഷനെന്നും ജ്യോതി നിരഞ്ജനെന്നും വിളിക്കും. അവനാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഗീതയിലെ കാലൻ. ഇത് കാലനാണ്. അവിടെ കൊണ്ടാക്കൂ. ക്ഷർ പുരുഷനോട് പറയൂ, പരമാത്മാവായ എനിക്ക് വേണ്ടി പറയൂ, ഇവളുടെ ശരീരത്തിൽ എല്ലാ ആത്മാക്കളും പ്രവേശിച്ചു. ഇവൾക്ക് വചനം നൽകിയിട്ടുണ്ട്, ആശീർവാദമുണ്ട്, ശക്തി നൽകിയിട്ടുണ്ട്, ഇവൾക്ക് വരം നൽകിയിട്ടുണ്ട്. നീ എത്ര ആത്മാക്കളെ ആഗ്രഹിച്ചാലും, നരനോ നാരിയോ ഈ പെൺകുട്ടി പ്രകൃതി ദേവി അവരെ ജനിപ്പിക്കും. സഹജദാസ് പിതാവിൻ്റെ ആജ്ഞ ശിരസ വഹിച്ച് തൻ്റെ സഹോദരി ശ്രീ ദുർഗയെ കൂട്ടിക്കൊണ്ട് ജ്യോതി നിരഞ്ജന്റെ അടുത്തെത്തി. ക്ഷരപുരുഷന്റെ ദ്വീപിലെത്തി. ആ 21 ബ്രഹ്മാണ്ടങ്ങളിൽ അവൻ പറഞ്ഞു, ഇത് സഹോദരിയാണ്. ഈ സഹോദരിയുടെ ശരീരത്തിൽ പരമാത്മാവ് എല്ലാ ആത്മാക്കളെയും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സഹജദാസ് ക്ഷർ പുരുഷനോട് പറഞ്ഞു, പിതാവാണ് സഹോദരിയെ അയച്ചത്. ദുർഗ ഈ ശ്രീദേവിയുടെ ശരീരത്തിൽ എല്ലാ ആത്മാക്കളും പ്രവേശിച്ചു. ഇവൾക്ക് പരമേശ്വർ കബീർ ദേവ്ജി വരവും നൽകിയിട്ടുണ്ട്. എത്ര ജീവൻ നീ ആവശ്യപ്പെട്ടാലും വചനത്താൽ ജനിപ്പിക്കും. അത്രയും പറഞ്ഞ് പെൺകുട്ടിയെ അവിടെയാക്കി
സഹജദാസ് തിരികെ എത്തി. സഹജദാസ് പോയതിനു ശേഷം ആ സ്ഥലത്ത് പ്രകൃതി ദേവിയും കൂടാതെ ജ്യോതി നിരഞ്ജൻ അഥവാ ക്ഷരപുരുഷനും മാത്രമായി. പെൺകുട്ടി യുവതിയും വളരെ സുന്ദരിയുമായിരുന്നു. ജ്യോതി നിരഞ്ജന്റെ ക്ഷരപുരുഷന്റെ മനസ്സിൽ നിരവധി ചിന്തകൾ കടന്നു വന്നു. തനിച്ച് ഒരു യുവതി അയാൾ ആ പെൺകുട്ടിയോട്, ദുർഗയോട്, ശ്രീദേവിയോട് നീചമായി പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചു. അപ്പോൾ പ്രകൃതി ദേവി നിരവധി തവണ പറഞ്ഞു, ജ്യോതി നിരഞ്ജ, നീ ഇങ്ങനെ ചെയ്യരുത്. ഞാൻ നിന്റെ സഹോദരിയാണ്, നീ എൻ്റെ ജ്യേഷ്ഠനാണ്. നിങ്ങളുടെ ജനനം പരമേശ്വർ കബീർദേവ് ജിയാൽ മുട്ടയിൽ നിന്നാണ്. അതിനുശേഷം എന്നെയും പരമേശ്വരൻ സൃഷ്ടിച്ചു. നിങ്ങൾ എൻ്റെ ജ്യേഷ്ഠനാണ്, ഞാൻ നിങ്ങളുടെ കുഞ്ഞു പെങ്ങളും. എന്നോട് ഇങ്ങനെ പെരുമാറരുത്, അത് പാപമാണ്. പക്ഷേ ക്ഷരപുരുഷന് ആഗ്രഹമടക്കാൻ സാധിച്ചില്ല. അവനിൽ രജഗുണമുണർന്നു. അവൻ ഒന്നും കേട്ടില്ല. മാനവും മര്യാദയും അവനിൽ നിന്ന് പോയി. പെൺകുട്ടിയെ ബലാത്കാരം ചെയ്യാൻ അവൻ ഒരുങ്ങി. അയാൾ തൻ്റെ വായ തുറന്നു. ദുർഗ രക്ഷപ്പെടുന്നതിനായി സൂക്ഷ്മ രൂപത്തിൽ അവൻ്റെ വായിലൂടെ വയറിനുള്ളിൽ കയറി ഒളിച്ചു. അവൾക്ക് എങ്ങോട്ട് രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു. അവൾ തൻ്റെ മാനം രക്ഷിക്കുവാനായി, തൻ്റെ ശരീരം രക്ഷിക്കുവാനായി അവൻ്റെ വയറിനുള്ളിൽ ഒളിച്ചിരുന്നു. അവിടെ നിന്ന് ശബ്ദമുണ്ടാക്കി, പരമാത്മാ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എൻ്റെ പിതാവേ, എന്നെ രക്ഷിക്കൂ. പരമാത്മാവിന് അറിയാമായിരുന്നു ഇങ്ങനെ സംഭവിക്കുമെന്ന്. കാരണം പരമേശ്വരൻ ഒരുപാട് തവണ പറഞ്ഞിട്ടും അവൻ പലതിലും ആകൃഷ്ടനായി തന്നെ നിന്നിരുന്നു. പരമേശ്വരൻ സ്വയം തൻ്റെ പുത്രൻ ജോഗ്ജീതിന്റെ രൂപത്തിൽ അവിടെ എത്തി. മകൾ ദുർഗയെ വയറിൽ നിന്ന് അവൻ പുറത്തിറക്കി, ശരീരത്തിൽ നിന്ന് പുറത്തിറക്കി. എന്നിട്ട് പറഞ്ഞു, ജ്യോതി നിരഞ്ജ, കേട്ടോളൂ, പരമപിതാവിൻ്റെ ആജ്ഞ, നീ നല്ല ലോകത്തിൽ വെച്ച് ഇങ്ങനെ ചെയ്തു. നീ ആദ്യത്തെ വ്യക്തിയാണ്. നീ ഇവിടെ ഹീനമായി പ്രവർത്തിച്ചു. ഈ പെൺകുട്ടിയോട് ഇന്ന് നീ ഇവളെ നിന്റെ വയറ്റിലെത്തിച്ചു. നിന്റെ ഈ പ്രവൃത്തി ഒരു ദുഷ്ടനായ പുരുഷൻ്റെതാണ്. അതിനാൽ ഇന്നു മുതൽ നിന്റെ പേര് കാലൻ എന്നാണ്. നീ കാലൻ എന്ന പേരിൽ അറിയപ്പെടും. 1,00,000 മനുഷ്യരൂപമുള്ള ജീവികളുടെ നിത്യാഹാരക്രിയ നടത്തും. നീ ഇനിമേൽ സൃഷ്ടി നടത്തും. 25% കൂടുതൽ നീ ഉൽപ്പാദിപ്പിക്കും. ഇന്നു മുതൽ നിന്നെ ഈ ദേശത്ത് നിന്ന് നാടുകടത്തും. പരമപിതാ പരമേശ്വരൻ സത്ലോകങ്ങളിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. 21 ബ്രഹ്മാണ്ടങ്ങളുമായി നീ ഇവിടെ നിന്ന് പോകണം. ഇത്രയും പറഞ്ഞ ശേഷം ഈ 21 ബ്രഹ്മാണ്ടങ്ങളും അവിടെ നിന്ന് പോയി, ഒരു വിമാനം പോകുന്നത് പോലെ. അപ്പോൾ പ്രകൃതി ദേവിയോട്, ദുർഗയോട്, പരമാത്മാവിൻ്റെ പുത്രി, ഇന്ന് നീ നിന്റെ അടിത്തറയും ഇളക്കിയിരിക്കുന്നു. നീ സ്വന്തം ഇഷ്ടത്തിന് അവൻ്റെ ഒപ്പം പോയതാണ്. പിതാവിൻ്റെ മനസ്സിൽ നിനക്ക് സ്ഥാനമില്ല. കാരണം പരമാത്മാവ് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഇനി നിനക്കവിടെ നിൽക്കാനാവില്ല. 21 ബ്രഹ്മാണ്ടങ്ങൾ സത്ലോകത്തിൽ നിന്ന് പോയി, സത്ലോകത്തിൽ നിന്ന് പുറത്ത്. അതിരിൽ നിന്ന് 16 സംഖ്യ അകലെ അറബ്, ഖരബ്, നീൽ, പദം, സംഘ്, കോശ്. ഒരു കോശ് എന്നാൽ 3 കിലോമീറ്റർ ഉണ്ട്. അതായത് 48 സംഘ് കിലോമീറ്റർ എന്ന് കരുതൂ. 21 ബ്രഹ്മാണ്ടങ്ങളായി. അപ്പോൾ ജ്യോതി നിരഞ്ജൻ ചിന്തിച്ചു, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇവിടെ ഞാൻ ഫുൾ ഫ്ലെഡ്ജായി, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്. എനിക്കിഷ്ടമുള്ളത് ചെയ്യാം. അവൻ വീണ്ടും ദുർഗയോട് മോശമായി പെരുമാറാൻ തുടങ്ങി. ശ്രീദേവിയോട്
ശ്രീദേവി ദുർഗ വീണ്ടും പറഞ്ഞു, ജ്യോതി നിരഞ്ജൻ അഥവാ ക്ഷരപുരുഷ്, നീ കണ്ണു തുറന്നു നോക്കൂ. പരമാത്മാവ് എനിക്ക് ശക്തി നൽകിയിരിക്കുകയാണ്. വേർഡ് പവർ നൽകി, ശബ്ദശക്തി നൽകി. ഞാൻ വചനത്താൽ നീ എത്ര ജീവൻ ആവശ്യപ്പെടുന്നോ അത് ജനിപ്പിക്കും. നിന്റെ ലോകം സൃഷ്ടിക്കാൻ നീ ഈ നീചമായ സൃഷ്ടി നടത്തരുത്. പക്ഷേ അവൻ കേട്ടില്ല. ദുർഗ വീണ്ടും യാചിച്ചു, നീ ആദ്യം നോക്കൂ, നീ എൻ്റെ ജ്യേഷ്ഠനാണ്, ഞാൻ നിന്റെ കുഞ്ഞു പെങ്ങളും. മറ്റൊരു കാര്യം, ഞാൻ നിന്റെ വയറിൽ നിന്ന് വന്നു, നിന്റെ ശരീരത്തിൽ നിന്ന്. അപ്പോൾ ഞാൻ നിന്റെ പുത്രിയുമായി. ഇക്കാര്യമെങ്കിലും നീ ഓർക്കണം. എന്നാൽ ജ്യോതി നിരഞ്ജൻ എന്ന ക്ഷരപുരുഷൻ അവൾ പറഞ്ഞതൊന്നും കേട്ടില്ല. അപ്പോൾ പരമാത്മാവ് ആ പെൺകുട്ടിയുടെ പ്രജനന ഇന്ദ്രിയം നിർമ്മിച്ചിട്ടില്ലായിരുന്നു. ശേഷം കാലൻ ജ്യോതി നിരഞ്ജൻ തപസ് ചെയ്ത് സിദ്ധികൾ കൈവരിച്ചു. തൻ്റെ സിദ്ധിശക്തിയാൽ പ്രജനന ഇന്ദ്രിയം സൃഷ്ടിച്ചു. ദുർഗയെ ബൈ ഫോഴ്സ് വിവാഹം ചെയ്തു. പിന്നെ ഈ 3 പുത്രന്മാരുണ്ടായി. രജഗുണമുള്ള ബ്രഹ്മാവ്, സദ്ഗുണമുള്ള മഹാവിഷ്ണു, തമോ ഗുണമുള്ള പരമശിവൻ. 3 പേർക്കും 3 ഗുണങ്ങളായിരുന്നു, ഓരോരോ ഗുണം. എന്തിനായിരിക്കും ഓരോരോ ഗുണം നൽകിയത്? കാലൻ ഈ ബ്രഹ്മാണ്ടത്തിന് മുകളിൽ ടോപ്പ് മോസ്റ്റ് പ്ലേസിലെ ശിഖരത്തിൽ ഒരു ഗുപ്തസ്ഥാനം നിർമ്മിച്ചു. ആ ഗുപ്തസ്ഥാനത്ത് ദുർഗയും കാലനുമല്ലാതെ ആർക്കും പോകാൻ കഴിയില്ല. അവിടെ അവർ 3 സ്ഥാനം നിർമ്മിച്ചിരുന്നു. ആ ഗുപ്തസ്ഥാനത്തിൽ, ഗുപ്തക്ഷേത്രത്തിൽ 3 സ്ഥാനങ്ങളുണ്ട്. ഒന്ന് രജോ ഗുണമുള്ളത്, ഒന്ന് സദ്ഗുണമുള്ളത്, ഒന്ന് തമോ ഗുണമുള്ള ക്ഷേത്രം. ഒരു വീട്ടിൽ 3 മുറി ഉള്ളതുപോലെ 3 ഭാഗം. ഒരു ഭാഗത്ത് അശ്ലീല ചിത്രമുണ്ട്, മറ്റൊരു ഭാഗത്ത് സന്യാസി വര്യന്മാരുടെ, മഹാപുരുഷന്മാരുടെ ചിത്രം, 3-ാം ഭാഗത്ത് വീരന്മാരുടെ, രക്തസാക്ഷികളുടെ ചിത്രം. എപ്പോഴാണോ ഒരു വ്യക്തി അശ്ലീല ചിത്രമുള്ള മുറിയിൽ പ്രവേശിക്കുന്നത്, അവന്റെ സ്വഭാവം അങ്ങനെയായി മാറും. അത് ബട്ട് നാച്ചുറലാണ്. പിന്നീട് അവൻ പോകുന്നത് ആ സന്യാസി ആചാര്യന്മാരുടെ ചിത്രങ്ങളിലേക്കാണ്. അവിടെ എത്തുമ്പോൾ അവൻ്റെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം തന്നെ മാറാൻ തുടങ്ങും. അതുപോലെ വീരശൂരന്മാരുടെയും രക്തസാക്ഷികളുടെയും ചിത്രമുള്ളിടത്തെത്തുമ്പോൾ അവൻ്റെ മനോബലം ഇങ്ങനെയായി തീരും, സ്വഭാവം മാറാൻ തുടങ്ങും. ഇപ്രകാരം 3 പുത്രന്മാരെയും രജഗുണമുള്ള ബ്രഹ്മാവിനെ എങ്ങനെ സൃഷ്ടിച്ചെന്നാൽ, ദുർഗയെ പത്നിയുടെ രൂപത്തിൽ ശ്രീദേവിയെ തൻ്റെ പത്നിയാക്കി മാറ്റി. അവർ രജോ ഗുണമുള്ള ക്ഷേത്രത്തിൽ വസിച്ചു. ആ സമയം ഈ ക്ഷർ പുരുഷൻ ജ്യോതി നിരഞ്ജൻ 5 മുഖമുള്ളവനായി അവിടെ താമസം തുടങ്ങി. അവർ 2 പേരും സംയോഗിച്ച് പുത്രനുണ്ടായപ്പോൾ അത് പഞ്ചമുഖിയായി. അവർ ആ രജോ ഗുണമുള്ള ക്ഷേത്രത്തിൽ താമസിച്ചതുകൊണ്ട് അവരുടെ സ്വഭാവവും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ആ ഗുണങ്ങളെല്ലാം ബ്രഹ്മാവിനും എത്തി. അതിനാൽ ബാല്യകാലത്തിൽ തന്നെ ബ്രഹ്മാവിനെ അവർ കോമയിലാക്കി. നന്നായി പരിപാലിച്ചു. എങ്ങനെ നോക്കിയെന്നാൽ 10 വർഷമായി ഒരാൾ കോമയിലാണ്. ഒരു വ്യക്തി കോമയിൽ ഒരു പൈപ്പിലൂടെയാണ് അവന് ആഹാരം നൽകുന്നത്. കോമയിൽ ആണെന്നതുപോലെ പരിപാലിച്ചു. യുവാവായപ്പോൾ അവനെ ജീവിക്കാൻ അനുവദിച്ചു. അടുത്ത ക്ഷേത്രം സദ്ഗുണമുള്ളതാണ്. അവിടെ കാലന് വിഷ്ണുവിൻ്റെ രൂപമായിരുന്നു. തൻ്റെ ഭാര്യ ദുർഗയെ അവിടെ മഹാലക്ഷ്മിയുടെ രൂപത്തിൽ താമസിപ്പിച്ചു. ഇവർ 2 പേരും തമ്മിൽ സംയോഗിച്ച് സദ്ഗുണ ക്ഷേത്രത്തിൽ വച്ച് ജനിച്ച പുത്രൻ സദ്ഗുണം ഉള്ളവനാകുന്നു. ശേഷം വിഷ്ണുവിനെയും ഇവർ അങ്ങനെ തന്നെ കോമയിൽ വയ്ക്കുന്നു. യുവാവായപ്പോൾ ജീവിതം തിരികെ നൽകുന്നു. പിന്നീട് അവർ 3-ാമത്തെ തമോ ഗുണ ക്ഷേത്രത്തിലെത്തുന്നു. ആര്? ഈ ക്ഷരപുരുഷനും ദുർഗയും. അവിടെ അവർ ശ്രീദേവിയെ പാർവതിയാക്കി മാറ്റുന്നു. എന്നിട്ട് സ്വയം ശിവന്റെ രൂപത്തിലും ആകുന്നു. നിങ്ങൾ ശിവന്റെ രൂപം കാണുന്നില്ലേ?
അതുപോലെ തമോ ഗുണക്ഷേത്രത്തിൽ അവർ വസിക്കുന്നു. അവിടെ ഇവരുടെ സംയോഗത്തിൽ ജനിച്ച പുത്രൻ ഓട്ടോമാറ്റിക്കലി തമോ ഗുണമുള്ളവനായി മാറുന്നു. ആ പുത്രൻ വലുതാകുന്നു. അതിനു മുൻപ് അവനും കോമയിലായിരുന്നു. യുവാവായപ്പോൾ അവനെയും ഇടുന്നു. അവൻ യുവാവായപ്പോൾ ഈ 3 പേരെയും കൂട്ടിമുട്ടിക്കുകയും ചെയ്യുന്നു. ഒന്നിച്ച് ചേർത്ത ശേഷം കാലം പറയുന്നു, 3 പേരും യുവാക്കളായി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായി. സൃഷ്ടി ഏറ്റെടുക്കാൻ ഇവൻ യോഗ്യനാണ്. അപ്പോൾ കാലൻ ക്ഷരപുരുഷൻ തൻ്റെ ഭാര്യ ദുർഗയോട് പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ ആരുടെ മുന്നിലും എൻ്റെ ഒറിജിനൽ രൂപത്തിൽ വരികയില്ല. ഇതെൻ്റെ പ്രതിജ്ഞയാണ്. താങ്കൾ പോകൂ താഴെ ആ ലോകത്തേക്ക്, 21 ബ്രഹ്മാണ്ടത്തിലേക്ക്. മുഴുവൻ സൃഷ്ടിയും നീ തന്നെ ഏറ്റെടുക്കുകയും ചെയ്യൂ. അപ്പോൾ ദുർഗ പറഞ്ഞു, ജ്യോതി നിരഞ്ജൻ, ഞാനും നിന്റെ ഒപ്പം വരാം. എൻ്റെ കാല് ഇവിടെ ഉറച്ചു പോയിരിക്കുന്നു. നീ പറയുന്നത് പോലെ മാത്രമാണ് ഞാൻ ചെയ്തിരുന്നത്. ഒരു കാര്യം പറയൂ, ഞാനൊരു സ്ത്രീ തനിച്ചെങ്ങനെ ഇത്രയും വലിയ ലോകത്തെ നയിക്കും? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനമുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇവിടെയുണ്ട്, പക്ഷേ ആർക്ക് മുന്നിലും ഞാൻ വരികയില്ല. ഞാൻ മായയായി മാറും. നിന്നോടൊപ്പം ഓരോ ചുവടിലും ഉണ്ടാകും. നീ പേരിന് മാത്രമാണ്. എന്ത് ചെയ്താലും ഞാൻ തനിയെ ചെയ്യും. എൻ്റെ കർമ്മം അലൗകികമാണ്. ഇത്രയും പറഞ്ഞ് 3 പുത്രന്മാരെയും ദുർഗയ്ക്കൊപ്പം അയച്ചു. ദുർഗയാകട്ടെ തൻ്റെ 3 പുത്രന്മാരെയും ഒരു സ്ഥലത്താക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടേതായ പ്രവൃത്തി ചെയ്തുകൊള്ളൂ. ബ്രഹ്മാവ് സൃഷ്ടി, വിഷ്ണു സ്ഥിതി, ശിവൻ സംഹാരം ചെയ്യൂ. അപ്പോൾ അവർ, മാതാവേ, ഞങ്ങളുടെ സ്ഥാനമോ എന്ന് ചോദിച്ചു. എല്ലായിടത്തും ജലമാണ്, ഞങ്ങൾ എവിടെ വസിക്കും? അവർ ക്ഷീരസമുദ്രത്തിലാണ് താമസിപ്പിച്ചിരുന്നത്. അപ്പോൾ ദുർഗ പറഞ്ഞു, വരൂ, വിമാനത്തിലിരിക്കൂ. അവിടെ പലതും കാണിച്ചു കൊടുത്തു. മുകളിലുള്ള ലോകങ്ങൾ ഇവർക്ക് 3 പേർക്കും 3 രാജകൊട്ടാരങ്ങൾ നിർമ്മിച്ചു നൽകി. ഒന്നിന് ശിവപുരി, മറ്റൊന്നിന് വിഷ്ണുപുരി, മറ്റൊന്നിന് ബ്രഹ്മപുരി. ശിവലോകത്തെ ശിവലോകമെന്ന്, ബ്രഹ്മപുരിയാൽ ബ്രഹ്മലോകം, പിന്നെ വിഷ്ണുപുരിയാൽ വിഷ്ണുലോകം. 3 പേരെയും 3 ലോകങ്ങളിലേക്ക് അയച്ചു. അവർക്ക് സ്വന്തമായി സ്ഥാനം നൽകി. എന്നിട്ട് പറഞ്ഞു, 3 പേരോടും പറഞ്ഞു, പോകൂ, നീ സാഗരമഥനം നടത്തൂ. ആജ്ഞ ദുർഗയ്ക്കാണ് നൽകുന്നത്. ബ്രഹ്മ ക്ഷരപുരുഷൻ അഥവാ ക്ഷരബ്രഹ്മ ദുർഗ മക്കളോട് പറയുന്നു, പോകൂ, സാഗരമഥനം നടത്തൂ. കാലൻ എല്ലാ വ്യവസ്ഥയും നിശ്ചയിച്ചു വച്ചിരുന്നു. ആദ്യം സാഗരമഥനം നടന്നപ്പോൾ കാലൻ എന്ത് ചെയ്തെന്നാൽ, തൻ്റെ ശ്വാസത്താൽ അവൻ 4 വേദങ്ങളെയും സമുദ്രത്തിലൊളിപ്പിച്ചു. സാഗരമഥനം ചെയ്തപ്പോൾ ആ 4 വേദങ്ങളും പുറത്തു വന്നു. പാലിൻ്റെ ആദ്യ രൂപമില്ലേ, അതിൽ നമ്മൾ ഉറയൊഴിക്കും തൈരാകുവാനായി. തൈര് കടഞ്ഞാൽ അത് വെണ്ണ എന്ന പേരുള്ള രൂപത്തിലാകും. പിന്നീട് അത് തൈരിൽ ചേർക്കാൻ കഴിയില്ലല്ലേ? അതുപോലെ 4 വേദങ്ങളും സ്വയം 4 സുന്ദരമായ താമരപ്പൂക്കളിൽ വെച്ച് വന്നു. ബ്രഹ്മാവ് 4 വേദങ്ങളും എടുത്തു. വേദങ്ങൾ എടുത്തു വന്നപ്പോൾ ദുർഗ അശരീരിയായി ബ്രഹ്മാവിനോട് പറഞ്ഞു, ഈ വേദങ്ങൾ നീ വായിക്കണം. ഞാൻ അതിൻ്റെ അർത്ഥം നിനക്ക് പറഞ്ഞു തരാം. അപ്പോൾ ബ്രഹ്മാവ്, അതിനു മുൻപ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും വേദപഠനത്തിന് മുൻപ് ദുർഗയോട് ചോദിക്കുന്നു, മാതാവേ, ഞങ്ങളുടെ പിതാവാരാണ്? ദുർഗയോട് കാരൻ അത് പറയരുതെന്ന് വിലക്കിയിരുന്നു. ആ സമയം പറഞ്ഞിരുന്നു, നീ എന്നെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ നശിപ്പിക്കുമെന്ന്. കാലനെ പേടിച്ച്, ജ്യോതി നിരഞ്ജനെ ക്ഷരപുരുഷനെ പേടിച്ച് ദുർഗ എല്ലാം മറച്ചുവെച്ചു. പുത്രന്മാരോട് നിങ്ങൾക്ക് പിതാവില്ല എന്ന് അവർ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ മാതാവാണ്. ഞാനാണ് നിങ്ങളുടെ പിതാവും. ഞാനാണ് എല്ലാ സൃഷ്ടിയുടെയും മാതാവ്. അമ്മ പറഞ്ഞത് ആ മക്കൾ വിശ്വസിച്ചു. ബ്രഹ്മാവ് വേദം പഠിച്ചപ്പോൾ സൃഷ്ടി നടത്തിയത് മറ്റാരോ ആണെന്ന് എഴുതിയിരിക്കുന്നു.
അത് പരം അക്ഷര ബ്രഹ്മാണ്. ബ്രഹ്മാവ് അമ്മയോട് ഈ വേദം എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചു. ദുർഗ പറഞ്ഞു, ഇത് ദൈവം തന്നതാണെന്ന്, ഇത് ഗോഡ് ഗിവൻ ആണെന്ന്. ശരി. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അമ്മേ, വേദത്തിൽ പറയുന്നുണ്ട് പരമാത്മാവുണ്ടെന്ന്, മനുഷ്യരൂപമാണെന്ന്, ശരീരമുണ്ടെന്ന്. പക്ഷേ അമ്മ പറയുന്നു പിതാവില്ലെന്ന്. വേദത്തിൽ പറയുന്നു അദ്ദേഹമാണ് സൃഷ്ടിച്ചതെന്ന്, സൃഷ്ടാവെന്ന്, ഉടമസ്ഥനെന്ന്. അതായത് വേദം കള്ളം പറയില്ലല്ലോ. ഗോഡ് ഗിവൺ എന്ന് അമ്മയും പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ കുടുങ്ങി. പുണ്യാത്മാക്കളെ, എത്ര കള്ളം കൊണ്ട് മറച്ചാലും സത്യം ഒരിക്കൽ പുറത്തു വരും. പറയുന്നു, ചോർ ചുരാവേ തുമടി ഗാഡേ പാനിമേൻ വോ ഗരേ വോ ഊപ്പറാവേ ന്യൂ സച്ചായി ഷയാനി നഹി. പിന്നീട് ദുർഗ പറഞ്ഞു, മകനെ, പറയുന്നത് കേൾക്കൂ. അദ്ദേഹം അദൃശ്യനാണ്. അദ്ദേഹത്തെ ആർക്കും കാണാൻ കഴിയില്ല. എന്തിനാണ് വ്യർത്ഥമായി പ്രയത്നിക്കുന്നത്? അദ്ദേഹം അദൃശ്യനാണ്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അമ്മേ, നിങ്ങളുടെ വാക്കുകളിൽ എനിക്ക് വിശ്വാസമില്ല. ആദ്യം നിങ്ങൾ പറയുന്നതെല്ലാം ശിരസ വഹിച്ച് സത്യമാണെന്ന് ഞാൻ ധരിച്ചു. പക്ഷേ ഇന്ന് നിങ്ങൾ കള്ളം പറയുന്നു. ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കില്ല. എനിക്ക് പരമാത്മാവിനെ വേണം. കാരണം ആത്മാവ് എപ്പോൾ മുതലാണോ പരമാത്മാവിൽ നിന്നകന്നത്, അഭാവം ആത്മാവ് അറിയുന്നുണ്ട്. അപ്പോൾ മുതൽ അന്വേഷിക്കുന്നു. നമുക്കിവിടെ നിന്ന് അന്വേഷിക്കാൻ സാധിക്കില്ല. കാരണം 4 വേദങ്ങളിലും കേവലം ബ്രഹ്മത്തെ നേടാൻ, ക്ഷരപുരുഷനെ നേടാനുള്ള മാർഗമാണുള്ളത്. ഇതിൽ പരമ അക്ഷര ബ്രഹ്മത്തെ നേടാനുള്ള മാർഗം ഓപ്ഷൻ വിട്ടിരിക്കുന്നു. യജുർവേദത്തിലെ അധ്യായം 40 10 മന്ത്രം മുതൽ 13 വരെ വ്യക്തമാണ്. ഈ വേദം നൽകിയ ബ്രഹ്മ പറഞ്ഞിരിക്കുന്നു പരമേശ്വരനെ കുറിച്ച് ഒരു തത്വദർശി ഗുരു പറയുമെന്ന്. അദ്ദേഹത്തോട് നിങ്ങളത് ചോദിക്കുക. വേദത്തിലും അതാണ് പറയുന്നത്. ഗീതയിലെ അധ്യായം നമ്പർ 4 ശ്ലോകം 34 പറയുന്നു, ഈ ഗീതയിലെ ജ്ഞാനദാതാവ് ക്ഷരപുരുഷനാണെന്ന്. ശ്രീകൃഷ്ണനിൽ പ്രവേശിച്ച് പറയുന്നു, ആ പരമാത്മാവിനെ കുറിച്ച് തത്വദർശി ഗുരു പറയുമെന്ന്. അതിനാൽ വേദത്തിൽ എഴുതിയിരിക്കുന്നത്, ബ്രഹ്മാവ് ചിന്തിച്ചു, വേദത്തിൽ എഴുതിയിരിക്കുന്നത് ഓം എന്ന നാമം ജപിക്കണം. പക്ഷേ ഹഠയോഗം എങ്ങനെ ആരംഭിച്ചു? വേദത്തിൽ ഹഠയോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. തപസ് ചെയ്യുന്നതിനെക്കുറിച്ച് ഋഷി മഹർഷിമാർ എങ്ങനെ ചെയ്യുന്നുവെന്ന് ഇതിലില്ല. പിന്നെ അവർ എങ്ങനെയാവും അത് പഠിച്ചത്? തപസ് ചെയ്തവർ ഹഠയോഗത്തെക്കുറിച്ച് എങ്ങനെ അറിഞ്ഞിരിക്കും? ബ്രഹ്മാവില്ലേ? ബ്രഹ്മാവ് ഉണ്ടായപ്പോൾ വിഷ്ണുവിന്റെ നാഭിയിൽ ഒരു താമര വിരിഞ്ഞു. അദ്ദേഹം സ്വയം ആ താമരയുടെ മുകളിൽ കയറിയിരുന്നു. ഒരുപാട് സമയം അദ്ദേഹം അതിൻ്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. എന്നിട്ട് അദ്ദേഹം ആ താമരപ്പൂവിന്റെ മുകളിൽ വന്നിരുന്നു. അപ്പോൾ ക്ഷരപുരുഷന്റെ അശരീരി വന്നു. ജ്യോതി നിരഞ്ജൻ പറഞ്ഞു, തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ. ബ്രഹ്മാവ് പരമേശ്വരന്റെ അശരീരി എന്ന് കരുതി തപസ് ചെയ്തു. അദ്ദേഹം 1000 വർഷം തപസ് ചെയ്തു. അപ്പോൾ അശരീരി വന്നു, സൃഷ്ടി നടത്തൂ. അപ്പോൾ തപസ്സിൽ നിന്ന് നടന്നു. അപ്പോൾ ബ്രഹ്മാവ് ചിന്തിച്ചു, വേദത്തിൽ ഭഗവാന്റെ വാക്കുകളാണെന്ന് കേട്ടത് ഭഗവാന്റെ അശരീരിയാണെന്ന്. വേദത്തിലുള്ള ജ്ഞാനം പരമേശ്വർ പരം അക്ഷരബ്രഹ്മം നൽകിയതാണെന്ന്. 5 വേദങ്ങൾ പരമേശ്വർ നൽകി. ക്ഷരപുരുഷന് ഇതിൻ്റെ അന്ത്യത്തിൽ ഫീഡ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാവും അതവിടെ ഫീഡ് ചെയ്തത്? സമയം നിശ്ചയിച്ചിരിക്കുന്നു. പരമാത്മാവ് അതിനുശേഷം അത് തനിയെ പുറത്തു വരും. 5ാമത് വന്നു. പക്ഷെ വായിച്ചു നോക്കിയപ്പോൾ 5ാം വേദത്തിൽ പരമപിതാവിനെക്കുറിച്ച്, സത്പുരുഷനെക്കുറിച്ച്, പരം അക്ഷർ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവനത് നഷ്ടപ്പെടുത്തി. 4 വേദങ്ങൾ മാത്രം നൽകി. 4 വേദങ്ങളും ബ്രഹ്മാവ് വായിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, ഇതിൽ ഓം എന്ന പേരുണ്ട്, പരമാത്മാവിനെ നേടും. ദുർഗ പറഞ്ഞു, അതാണ് നിന്റെ പിതാവ്, നീ കണ്ടിട്ടില്ലാത്ത നീ എവിടെ പോകുന്നു? എന്നിട്ട് നീ എന്ത് ചെയ്യും നിന്റെ അച്ഛനെ ലഭിച്ചില്ലെങ്കിൽ? കാരണം അദ്ദേഹം പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് നിങ്ങളെ കാണില്ലെന്ന്. ബ്രഹ്മാവ് പറഞ്ഞു, ഞാനും എൻ്റെ മുഖം കാണിക്കില്ല ഭഗവാനെ നേടുന്നതുവരെ. വേദത്തിൽ പറയുന്നു, യജുർവേദം അധ്യായം നമ്പർ 40 മന്ത്രം നമ്പർ 15 സ്പഷ്ടമാക്കുന്നു, ഓം കൃതോ തർ കിൽവേസ്തർ കൃതം സ്തർ. അതുകൊണ്ട് ഈ ഓം നാമം ക്ഷർ പുരുഷൻ്റെതാണ്. ക്ഷരബ്രഹ്മത്തിന്റെ പരം അക്ഷർ ബ്രഹ്മത്തെക്കുറിച്ച് വേദത്തിൽ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മഹിമ വർണ്ണിക്കുന്നു.
വേദം പഠിക്കുന്നവർ പരമാത്മാവിൻ്റെ മഹിമ അറിഞ്ഞ്, പൂർണ്ണ പരമാത്മാവിനെ അറിഞ്ഞ്, പക്ഷേ ബ്രഹ്മത്തെ പൂജിച്ചു. പരം അക്ഷർ ബ്രഹ്മത്തെക്കുറിച്ച് അറിഞ്ഞു. പരം അക്ഷർ ബ്രഹ്മമെന്ന് മാത്രമല്ല, സത്പുരുഷനെന്നും അദ്ദേഹത്തെ വിളിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ നേടാനുള്ള യാതൊരുവിധ മെത്തേഡും നിലവിലില്ല. വേ ഓഫ് വർഷിപ്പ് ഇല്ല. വേ ഓഫ് വർഷിപ്പ് എന്നാൽ പൂജാവിധികൾ. അത് ബ്രഹ്മത്തെ നേടാൻ മാത്രമുള്ളതാണ്. അത് ഓം നാമമാണ്. ഗീതയിലെ അധ്യായം നമ്പർ 17 ശ്ലോകം നമ്പർ 23 3 പ്രഭുക്കന്മാരുടെ മന്ത്രങ്ങൾ പറയുന്നുണ്ട്. ഓം തത്സത് ഇതി നിർദ്ദേശഃ ബ്രഹ്മണഃ ത്രിവിധ സമൃദ്ധ. കൂടാതെ ഗീതയിലെ അധ്യായം നമ്പർ 15 ശ്ലോകം 16 17 വിസ്തരിച്ച് വിവരണം ചെയ്തിരിക്കുന്നു. ഈ പ്രപഞ്ചമെന്ന വൃക്ഷത്തിന്റെ സൃഷ്ടാവ് ആരാണെന്ന്, വേരാരാണെന്ന്, ശാഖ ആരെല്ലാമാണ്, ചില്ലകൾ ആരാണ്, ഇലകൾ ആരാണ്, ഇതെല്ലാം അറിയുന്നവർ തത്വദർശിയായ ഗുരുവാണ്. ഗീതയിലെ 16 17 ശ്ലോകത്തിൽ 15 അധ്യായത്തിൽ ക്ഷരപുരുഷ്, അക്ഷർ പുരുഷ് ഓർ പരം അക്ഷർ ബ്രഹ്മ കൂടാതെ ഉസ് ഉത്തം പുരുഷഃ തോ അന്യ, ഈ ക്ഷർ പുരുഷനിൽ നിന്ന് വ്യത്യസ്തനാണ്. ഗീതയിലെ അധ്യായം നമ്പർ 8 ശ്ലോകം നമ്പർ 1 അർജുനൻ ചോദിക്കുന്നു, അങ്ങ് അധ്യായം നമ്പർ 7 ശ്ലോകം നമ്പർ 29 ഒരു തദ്ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പ്രഭു, ആരാണ് തദ്ബ്രഹ്മ? അതിന്റെ ഉത്തരം ഗീത വായിക്കുന്നവർ 8 അധ്യായത്തിലെ 3 ശ്ലോകത്തിൽ കൊടുത്തിരിക്കുന്നു. അത് പരം അക്ഷര ബ്രഹ്മാണ്. അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവെന്ന്. 3 ലോകങ്ങളിലും പ്രവേശിച്ച് എല്ലാവരെയും പരിപാലിക്കുന്നത് 15 അധ്യായത്തിലെ 17 ശ്ലോകത്തിൽ സ്പഷ്ടമാക്കിയിരിക്കുന്നു. പരം അക്ഷര ബ്രഹ്മാണ്. അദ്ദേഹത്തെക്കുറിച്ച് വേദങ്ങളിൽ പറഞ്ഞിട്ടില്ല. ആ തത്വദർശിയായ ഗുരു, ആ ദാസൻ പറയും, പരമാത്മാവാണ് ഈ ഉദ്ദേശത്തിൽ അയച്ചതെന്ന്. അത് നടക്കാത്തതിനാൽ ബ്രഹ്മാവ് ഓം നാമത്തിൽ ജപം ചെയ്തു. 4 യുഗങ്ങളോളം സമാധിയിലിരുന്ന് അടിയോഗവും ചെയ്തു. അപ്പോൾ ദുർഗ തന്റെ വചനത്തിലൂടെ ഒരു യുവതി ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, മകളെ, നീ പോകൂ. എന്നിട്ട് ബ്രഹ്മാവിനെ വിളിച്ചുണർത്തു. എന്നിട്ട് പറയൂ, അമ്മ കാണാതെ വിഷമിക്കുന്നുവെന്ന് പറയൂ. നിന്നെ കാണാതെ ഇരിക്കാൻ കഴിയില്ലെന്ന്. 4 യുഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ക്ഷരപുരുഷൻ ദുർഗയ്ക്ക് അശരീരി നൽകി. ദുർഗ സൃഷ്ടി നടത്തൂ. ദുർഗ പറഞ്ഞു, പ്രകൃതിദേവി പറഞ്ഞു, അങ്ങയുടെ മൂത്ത പുത്രൻ അങ്ങയെ അന്വേഷിക്കുകയാണ്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അപ്പോൾ അശരീരിയിലൂടെ കാലൻ പറഞ്ഞു, ക്ഷരപുരുഷൻ പറഞ്ഞു, അവനെ വിളിക്കൂ. ഞാൻ ഒരിക്കലും ദർശനം നൽകില്ല. അതിനാലാണ് ആ പെൺകുട്ടിയെ അയച്ചത്. പെൺകുട്ടി ചെന്ന് വിളിച്ചു നോക്കിയിട്ടും ബ്രഹ്മാവ് ഉണർന്നില്ല. അപ്പോൾ ദുർഗയെ തൻ്റെ അശരീരിയിലൂടെ മനസ്സിലേക്ക് ടെലിഫോൺ ചെയ്തു. അമ്മേ, ഇദ്ദേഹം ഉണരുന്നില്ല. എന്ത് ചെയ്യും? ഒരുപാട് തവണ വിളിച്ചു. ദുർഗ പറഞ്ഞു, നീ പാദങ്ങളിൽ സ്പർശിക്കൂ. പാദങ്ങളിൽ സ്പർശിച്ചപ്പോൾ ബ്രഹ്മാവ് കണ്ണു തുറന്ന് സമാധിയിൽ നിന്നും ഉണർന്നു. അടുത്ത യുവതിയെ കണ്ടു. ബ്രഹ്മാവ് പറഞ്ഞു, എന്താണ് ഈ ചെയ്തത്? ഞാൻ നിന്നെ ശപിക്കും. നീ എൻ്റെ തപം തടസ്സപ്പെടുത്തി. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, എന്നെ അമ്മ അയച്ചതാണ്. അങ്ങില്ലാതെ സൃഷ്ടി സംഭവിക്കില്ലെന്ന് അമ്മയ്ക്ക് നല്ല വിഷമമാണ്. അങ്ങ് വരൂ. അപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു, എങ്ങനെ പോകും? പിതാവിനെ കാണാൻ കഴിഞ്ഞില്ല. അമ്മയോട് ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, പ്രഭുവിനെ ദർശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വരില്ലെന്ന്, ദർശനം നൽകില്ലെന്ന്, തിരികെ വരില്ല എന്ന്. എങ്ങനെ വരും? എനിക്ക് പരമാത്മാവിനെ ലഭിച്ചിട്ടില്ല. എന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, കള്ളം പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ നിന്റെ കൂടെ വരാം. അപ്പോൾ പെൺകുട്ടി ചിന്തിച്ചു, അമ്മ പറഞ്ഞത് നടന്നില്ലെങ്കിൽ ദേഷ്യപ്പെടും. കള്ളം പറഞ്ഞാൽ ഇദ്ദേഹം പറയും ഞാനായിട്ട് പറഞ്ഞതാണെന്ന്, എന്നെ കൊന്നുകളയും. എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ കൂടെ നിന്നാൽ ഞാൻ കള്ളം പറയാം. നീ എന്നോടൊപ്പം അങ്ങനെ ചെയ്യ്. ബ്രഹ്മാവ് ചിന്തിച്ചു, പരമാത്മാവിനെ ദർശിക്കാൻ കഴിഞ്ഞില്ല, അപ്പോൾ എനിക്ക് വീട്ടിൽ പോകാൻ കഴിയില്ല. അദ്ദേഹം ആ പെൺകുട്ടി പറഞ്ഞതനുസരിച്ചു. പെൺകുട്ടി തൻ്റെ വചനത്താൽ ഒരു പെൺകുട്ടിയെ ജനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒന്നല്ല 2 സാക്ഷികൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. ആ പെൺകുട്ടിയോട് പറഞ്ഞു, 2ാമത്തെ കുട്ടിയോട്, നീയും പറയണം ബ്രഹ്മാവ് പിതാവിനെ ദർശിച്ചുവെന്ന്.
നമ്മൾ അത് കണ്ടു എന്ന്. അവളും പറഞ്ഞു, എന്നെ കണ്ണിയാക്കരുത്, എന്നെ സംരക്ഷിച്ചു കൊള്ളണമെന്ന്. ആ പെൺകുട്ടിയും ബ്രഹ്മാവിനോട് അങ്ങനെ പറഞ്ഞു. ബ്രഹ്മാവ് അത് സ്വീകരിച്ചു. എന്നിട്ട് 3 പേരും അമ്മയുടെ അടുത്തെത്തി, ദുർഗയുടെ അടുത്ത്. അപ്പോൾ ദുർഗ ചോദിച്ചു, പ്രകൃതിദേവി ചോദിച്ചു ബ്രഹ്മിനോട്, അങ്ങയുടെ പിതാവിനെ ദർശിച്ചുവോ? അപ്പോൾ പഠിച്ചു വച്ചതുപോലെ ബ്രഹ്മാവ് പറഞ്ഞു, അതെ, ഞാൻ പിതാവിനെ ദർശിച്ചുവെന്ന്. അപ്പോൾ ദുർഗ ചോദിച്ചു, എങ്ങനെ വിശ്വസിക്കും? കാരണം ദുർഗയ്ക്ക് അറിയാമായിരുന്നു അദ്ദേഹം ദർശനം നൽകില്ലെന്ന്. ഫൈനൽ തീരുമാനം, ഡിസിഷൻ ആണെന്ന്. ദുർഗയ്ക്ക് ഉറപ്പായിരുന്നു അങ്ങനെ സംഭവിക്കില്ലെന്ന്. എങ്കിലും തെളിവ് തരാനായി പറഞ്ഞു, എവിഡൻസ് തരാൻ. ബ്രഹ്മാവ് പറഞ്ഞു, ഈ 2 പെൺകുട്ടികളും സാക്ഷികളാണ്. 2 പെൺകുട്ടികളോടും ദുർഗ ചോദിച്ചു, പറയൂ, നിങ്ങളുടെ മുന്നിലാണ് അത് സംഭവിച്ചത്. അതെ, 2 പേരും കള്ളസാക്ഷി പറഞ്ഞു. ഞങ്ങളുടെ മുന്നിൽ വെച്ച് ബ്രഹ്മാവ് ഭഗവാനെ ദർശിച്ചുവെന്ന്. മനുഷ്യനെ പോലെയായിരുന്നു. വേദത്തിൽ പറയുന്നുണ്ട്. യജുർവേദത്തിലെ അധ്യായം 5 ശ്ലോകം നമ്പർ 1 5 ശ്ലോകം നമ്പർ 8 3 തവണ പറഞ്ഞിരിക്കുന്നു ഭഗവാനെ കുറിച്ച്. കൂടാതെ യജുർവേദം അധ്യായം നമ്പർ 5 ശ്ലോകം നമ്പർ 1 2 തവണ പറയുന്നു, അജ്ഞാത ധനുഷ അസിഹ വിഷ്ണവേ ത്വ സ്വമസ്യ ധനു അസി. പരമാത്മാവ് ശരീരമുള്ളവനാണ്. ആ പരമേശ്വരൻ എല്ലാവരെയും ശ്രദ്ധിക്കുന്നതിനായി അമരമായ ശരീരമുള്ളവനാണ്. കൂടാതെ ഋഗ്വേദത്തിലെ അധ്യായം നമ്പർ 1 സൂക്തം 31 മന്ത്രം നമ്പർ 18 സ്പഷ്ടമാക്കിയിരിക്കുന്നു, ആ മനുഷ്യാവതാരം ശരീരമുള്ള മനുഷ്യനെ പോലെ ആയിരിക്കും ആ പരമാത്മാവ്. അതിനാൽ ബ്രഹ്മാവിന് വേദത്തിൽ നിന്ന് അറിയാമായിരുന്നു ഭഗവാൻ മനുഷ്യനെ പോലെയാണെന്ന്. അവിടെ വെച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു അങ്ങനെ പറയണമെന്ന്. ദുർഗയോട് എല്ലാവരും കള്ളം പറഞ്ഞു. ദുർഗയ്ക്ക് സംശയമായി. തന്നോട് പറഞ്ഞത് ദർശനം നൽകില്ലെന്നാണ്. എന്നിട്ട് കുട്ടികൾക്ക് ദർശനം നൽകി. ദുർഗ മനസ്സിൽ ഏറെ ദുഃഖാർത്ഥയായി. അവൾ ദൂരെ പോയിരുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, താങ്കൾ ഒരു കള്ളനാണ്. അശരീരി തൻ്റെ ഇന്റർനെറ്റ് കണക്ഷൻ നടത്തി. അങ്ങനെയാണ് അവർ സംസാരിച്ചിരുന്നത്. ദൂരദേശങ്ങളിലിരുന്നും സംസാരിക്കാൻ കഴിയും. ദുർഗ അപ്പോൾ പറഞ്ഞു, നിങ്ങൾ കള്ളനാണ്, നിങ്ങൾ കള്ളമാണ് പറഞ്ഞതെല്ലാം. ഇതെല്ലാം നിങ്ങൾ തന്നെ ചെയ്യൂ. എന്നോടൊന്ന് പറയും, മക്കളോട് മറ്റൊന്ന് പറയും. അപ്പോൾ അശരീരിയായി കാലൻ പറഞ്ഞു, ക്ഷർ പറഞ്ഞു, ബ്രഹ്മം പറഞ്ഞു, ഈ 3 പേരും പറയുന്നത് കള്ളമാണ്. ഞാൻ ദർശനം നൽകിയിട്ടില്ല. അപ്പോഴാണ് ദുർഗയ്ക്ക് സത്യം മനസ്സിലായത്. ആദ്യം സമാധാനത്തോടെ ചോദിച്ചു, പിന്നീട് ശബ്ദമുയർത്തി, നിങ്ങൾ കള്ളമാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കി. അദ്ദേഹം എല്ലാം എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അശരീരിയെക്കുറിച്ച്, പരമാത്മാവ് ദർശനം നൽകിയില്ല എന്നതിനെക്കുറിച്ച്. അപ്പോൾ ബ്രഹ്മാവ് ചിരിക്കാൻ തുടങ്ങി. അമ്മേ, ഞാൻ പ്രതിജ്ഞ ചെയ്തില്ലേ, പിതാവിനെ കണ്ടില്ലെങ്കിൽ ഞാൻ മുഖം കാണിക്കില്ലെന്ന്. പിതാവിനെ ദർശിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ 3 പേരും കള്ളമാണ് പറഞ്ഞത്. തിരികെ വരാനായി. ദുർഗ 3 പേരെയും ശപിച്ചു. ബ്രഹ്മാവിനെ ശപിച്ചു, നിന്നെ ഇനിമേൽ ആരും പൂജിക്കില്ലെന്ന്. നിന്റെ തലമുറകളും നിന്നെപ്പോലെ കള്ളം പറയുന്നവർ ആയിരിക്കുമെന്ന്. സത്യമറിയാതെ അവർ നിന്നെ ബുദ്ധിമാനെന്ന് വിളിക്കുമെന്ന്. അപ്പോൾ ബ്രഹ്മാവിന്റെ അനുയായികൾ ആരാണ്? ഋഷിമാർ, മഹർഷിമാർ. അവർക്ക് വേദത്തെക്കുറിച്ച് അറിവില്ല, പക്ഷേ മഹാഋഷി പദവിയുണ്ട്. ഇപ്പോൾ കാണിക്കാം. ആദ്യമായി കാണുന്നവർ പരിഭ്രമിക്കേണ്ട. ഡീറ്റെയിലായി പറയാം. സത്യുഗത്തിലെ ബ്രാഹ്മണർ, ഗുരു, ഋഷിമാരുടെ വേദജ്ഞാനം എങ്ങനെയാണ്? അവർക്ക് വേദത്തെക്കുറിച്ച് ജ്ഞാനമില്ല. അപ്പോൾ ബ്രഹ്മാവിന് പരിഭ്രമമായി. എന്നെ ആരും പൂജിക്കില്ല. ബ്രഹ്മാവ് മൗനമായി നിന്നു. അദ്ദേഹം ഭയത്തോടെ നിന്നു. അപ്പോൾ ദുർഗ വിഷ്ണുവിനോട് നിർദ്ദേശിച്ചു, നീയും നിന്റെ പിതാവിനെ അന്വേഷിക്കൂ. പിന്നീട് സൃഷ്ടിക്ക് വേണ്ടി നീ സമാധിയായിരിക്കണം.
സൃഷ്ടിക്ക് ഭംഗം വരാതിരിക്കാൻ വിഷ്ണു പിതാവിനെ അന്വേഷിച്ചു പോയി ശേഷനാഗത്തിൻ്റെ ലോകത്തിലെത്തിച്ചേർന്നു. പുണ്യാത്മാക്കളെ, ആ പ്രത്യേക ജീവി തൻ്റെ ജുറിസ്ഡിക്ഷൻ നിശ്ചയിച്ചിരുന്നു, അതിർത്തി നിശ്ചയിച്ചിരുന്നു, തൻ്റെ കൈവശമാക്കിയാണ് അത് വച്ചിരുന്നത്. രണ്ടാമതൊരാൾ അവിടെ എത്താൻ അനുവദിക്കില്ലായിരുന്നു. നായകൾ അതിര് നോക്കാതെ കിടക്കുന്നത് പോലെ വിഷ്ണു ശേഷനാഗത്തിൻ്റെ ലോകത്തേക്ക് പ്രവേശിച്ചു. ശേഷനാഗം ചിന്തിച്ചു, എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ജുറിസ്ഡിക്ഷനിൽ നിർഭയനായി വന്നതാരെന്ന്, ഞാനിവിടുത്തെ രാജാവാണെന്ന് അത് അവനറിയില്ലേ? എപ്പോഴാണോ വിഷ്ണു അടുത്തെത്തിയത് ആ സമയം തൻ്റെ 1000 ഫണങ്ങൾ വിടർത്തി നിന്നു. ശേഷനാഗം 1000 ഫണങ്ങളിൽ നിന്ന് വിഷം പ്രവഹിച്ചു. മഴ പെയ്യുന്നത് പോലെ വിഷ്ണുവിൻ്റെ 4 ചുറ്റും ആ വിഷം നിറഞ്ഞു, ശരീരത്തിൽ പടർന്നു. ശരീരം മുഴുവൻ പെയിന്റ് അടിച്ചതുപോലെ കറുത്തുപോയി. വിഷം മൂലം ശരീരം കറുത്ത നിറത്തിലായി. വിഷ്ണുജി നോക്കി, ഈ നാഗം എന്താണ് ചെയ്യുന്നതെന്ന്. ഞാനിതിനെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഇത് എന്തിനാണിങ്ങനെ, എന്താ ഇതിങ്ങനെ ചെയ്തത്? ഞാനിതിനെ ഒന്നും പറഞ്ഞില്ല, ഞാനിതിനെ ഉപദ്രവിച്ചില്ല, ഞാനൊരു കാര്യം അന്വേഷിച്ചെത്തിയതാണ്. ഇതിന് ഭ്രാന്തുണ്ടോ ഇനി? വിഷ്ണു ചിന്തിച്ചു, ഇതിനെ ഇല്ലാതാക്കാം. ഈ നാഗത്തിനെ, ശേഷനാഗത്തിനെ കൊല്ലാനായി വിഷ്ണു പാഞ്ഞെടുത്തു. ബ്രഹ്മ അശരീരി നൽകി. ക്ഷരപുരുഷൻ, അദ്ദേഹത്തിൻ്റെ പിതാവ് വിഷ്ണു, നിങ്ങളിങ്ങനെ പരസ്പരം കൊല്ലാൻ തുടങ്ങിയാൽ സൃഷ്ടി എങ്ങനെ നടക്കും? നീ മടങ്ങിപ്പോകൂ. ഞാൻ ഒരിക്കലും ആരുടെ മുന്നിലും വരില്ല, ആർക്കും ഞാൻ ദർശനം നൽകില്ല. എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല. മടങ്ങിച്ചെന്ന് അമ്മയോട് പറയൂ, ഞാൻ ദർശനം നൽകിയില്ലെന്ന്. നീ കള്ളം പറഞ്ഞാൽ നിനക്കും ബ്രഹ്മാവിൻ്റെ സ്ഥിതി വരും. ശേഷനാഗം നിന്നോട് ചെയ്തതിനുള്ള പ്രതിഫലം നീ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ അവതാരത്തിൽ ഇവന് നൽകും. അപ്പോൾ നീ പ്രതികാരം ചെയ്തോളൂ, ഇതിന് മറുപടി നൽകൂ. ഇപ്പോൾ വെറുതെ വിടൂ. വിഷ്ണുജി അശരീരി കേട്ടതും പരമാത്മാവാണെന്ന് വിചാരിച്ച് അമ്മയ്ക്കരികിലേക്ക് മടങ്ങിപ്പോയി. ദുർഗ ചോദിച്ചു, മകനെ, പിതാവിനെ നീ ദർശിച്ചോ? വിഷ്ണുജി പറഞ്ഞു, ഇല്ലമ്മേ, എനിക്ക് ദർശനം ലഭിച്ചില്ല. മാതാവ് ചോദിച്ചു, പിന്നെ നിനക്കെങ്ങനെ ഈ അവസ്ഥ വന്നു? നീ എങ്ങനെ ശേഷനാഗത്തിൻ്റെ രാജ്യത്ത് പോയി? അവൻ എന്നോടിങ്ങനെ ചെയ്തു, അശരീരിയിലൂടെ പറഞ്ഞു. ഇപ്പോൾ കൊല്ലരുത്, ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനായി പ്രതികാരം ചെയ്യാമെന്ന്. അപ്പോൾ ദുർഗ വിഷ്ണുജിയെ ആലിംഗനം ചെയ്തു. മകനെ, നിന്റെ കടമ സ്ഥിതിയാണ്. നിന്നെ ഭൂമിയിലുള്ളവർ പൂജിക്കും. നീ വളരെ സത്യസന്ധനാണ്. അടുത്തത് ദുർഗ ശിവന്റെ അരികിൽ പോയി, പുത്രന്റെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു, മകനെ, നിന്റെ 2 സഹോദരന്മാർക്കും പിതാവിന്റെ ദർശനം ലഭിച്ചില്ല. അവർ നന്നായി ട്രൈ ചെയ്തു. നീയും പിതാവിനെ അന്വേഷിക്കൂ. വീണ്ടും സൃഷ്ടി ഉണ്ടായെങ്കിലോ? അതിനുശേഷം നിനക്ക് സന്യാസത്തിലേക്ക് പോകാം. ഇപ്പോൾ അന്വേഷിക്കാനായി പോകൂ. ഭഗവാൻ ശിവജി ശങ്കർ ബുദ്ധി കാണിച്ചു. പറഞ്ഞു, അമ്മേ, എൻ്റെ മുതിർന്ന 2 ജ്യേഷ്ഠന്മാർക്കും ദർശനം ലഭിച്ചില്ല. ബ്രഹ്മാവ് 4 യുഗങ്ങൾ തപസ് ചെയ്തു. വിഷ്ണു പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. അതിനാൽ ഞാൻ ട്രൈ ചെയ്യുന്നില്ല. പകരം എനിക്ക് ഒരു വരം നൽകൂ. ദുർഗയോട് ശിവൻ പറഞ്ഞു. തമോ ഗുണ ശിവൻ പറഞ്ഞു, എനിക്ക് ഒരു വരം നൽകൂ. എനിക്ക് മൃത്യു സംഭവിക്കരുത്, ഞാൻ അമരനായിരിക്കണം. അപ്പോൾ ദുർഗ പറഞ്ഞു, മകനെ, ശ്രീദേവി പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ജനിച്ചാൽ ഒരിക്കൽ മരിക്കുക തന്നെ വേണം. അതെനിക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഞാനൊരു മാർഗം പറഞ്ഞു തരാം. അതിലൂടെ നിന്റെ ആയുസ് വർദ്ധിപ്പിക്കാനാവും. അപ്പോൾ ഭഗവാൻ ശിവൻ പറഞ്ഞു, മാതാവേ,
അത് പറഞ്ഞു തരൂ. അപ്പോൾ ദുർഗ പറഞ്ഞു, മകനെ, ആയുസ് വർദ്ധിപ്പിക്കാൻ ഒരു മാർഗമുണ്ട്. പ്രാണായാമം ചെയ്ത് ശ്വാസം സൂക്ഷ്മമാക്കൂ. ഒരു സ്ഥലത്തിരുന്ന് സാവധാനം സൂക്ഷ്മശ്വാസം ഏറ്റവും കുറച്ച് എടുക്കാൻ ശീലിച്ചാൽ ആയുസ് വർദ്ധിപ്പിക്കാം. കാരണം ആയുസ് ശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഭഗവാൻ ശങ്കർ ഇത് ശിരസാവഹിച്ച് അനുസരിച്ചു. നിങ്ങൾ നോക്കൂ, ഭഗവാൻ ശിവൻ കൂടുതൽ സമയവും സമാധിയിലാണ്. 7 ബ്രഹ്മാവിന്റെ മൃത്യുവിന് ശേഷം ഒരു വിഷ്ണുവിന്റെ മൃത്യു സംഭവിക്കും. 7 വിഷ്ണുവിന്റെ മൃത്യുവിന് ശേഷം ഒരു ശിവന്റെ മൃത്യു. തമോയുഗ ശിവന്റെ ആയുസ്സിന് ദൈർഘ്യമുണ്ട്. ഒരു ബ്രഹ്മാവിന്റെ ആയുസ് എത്രയാണ്? ബ്രഹ്മാവിന്റെ ഒരു ദിവസം, രജോഗുണ ബ്രഹ്മാവിന്റെ ഒരു ദിവസം 1000 ചതുർയുഗമാണ്. അത്രയും തന്നെ രാത്രി. ഒരു ചതുർയുഗത്തിൽ മനുഷ്യന്റെ എത്ര വർഷങ്ങളാണ്? 43,20,000 വർഷമാണ്. 1000 ചതുർയുഗത്തിലെ ബ്രഹ്മാവിന്റെ ദിനങ്ങളും അത്രയും രാത്രികളും. 30 ദിനരാത്രങ്ങളുള്ള ഒരു മാസം, 12 മാസങ്ങളുള്ള ഒരു വർഷം, 100 വർഷത്തെ ബ്രഹ്മാവിന്റെ ആയുസ്. ഇതിന്റെ 7 മടങ്ങാണ് വിഷ്ണുവിൻ്റേത്, സദ്ഗുണ വിഷ്ണുവിൻ്റേത്. വിഷ്ണുജിയുടെ 7 മടങ്ങ് തമോ ഗുണ ശിവജിക്ക്. ഇത്രയും ആയുസ് വർദ്ധിച്ചു. പിന്നീട് ഈ 3 പുത്രന്മാരുടെയും വിവാഹം നടത്താൻ ദുർഗ ആഗ്രഹിച്ചു. അശരീരി നൽകി കാലബ്രഹ്മം ഛർപുരുഷൻ ദുർഗയോട് പറഞ്ഞു, നീ 3 പുത്രന്മാരെയും വീണ്ടും സാഗരമഥനത്തിന് അയക്കണം. അവിടെ വച്ച് ഇവരുടെ വിവാഹം നടത്താൻ നീ തന്നെ 3 രൂപമുണ്ടാക്കി 3 പെൺകുട്ടികളുടെ രൂപത്തിൽ ചെല്ലുക. അപ്പോൾ ശ്രീദേവി 3 രൂപമുണ്ടാക്കി സമുദ്രത്തിൽ ഒളിപ്പിച്ചു. 3 പുത്രന്മാരോടും പറഞ്ഞു, പുത്രന്മാരെ, പോകൂ, സാഗരമഥനം നടത്തൂ. കാലൻ എല്ലാ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരുന്നു. അവർ പോയി. രണ്ടാമതും സാഗരമഥനം നടത്തിയപ്പോൾ 3 പെൺകുട്ടികൾ പുറത്തു വന്നു. അമ്മ അപ്പോൾ പറഞ്ഞു, മകനെ, ആദ്യം പുറത്തു വന്നവളെ പിന്നീട് പരിചയപ്പെടുത്തുക, രണ്ടാമത് വന്നവളെ മൂന്നാമത് പരിചയപ്പെടുത്തുക. 3 പേരും അവരെ മുന്നിലും പിന്നിലുമാക്കി അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു. ദുർഗ ചോദിച്ചു, ആരാണ് ആദ്യം ഇവിടെ വന്നത്? അവളുടെ പേര് സാവിത്രി എന്ന് വെച്ച് ബ്രഹ്മാവിനോട് പറഞ്ഞു, ഇത് നിന്റെ പത്നിയായിരിക്കുമെന്ന്. രണ്ടാമത് വന്നവളെ ലക്ഷ്മി എന്ന് വിളിച്ചു. വിഷ്ണുവുമായി അവളുടെ വിവാഹം നടത്തി. മൂന്നാമത് വന്നവളെ ഉമ എന്ന് വിളിച്ചു. അവളുടെ വിവാഹം ശിവജിയുമായി നടത്തി. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ബ്രഹ്മാണ്ടത്തിൽ സൃഷ്ടി ആരംഭിച്ചു. ക്ഷരപുരുഷന്റെ കുടുംബം പൂർണ്ണമായി. അവരിൽ നിന്ന് സുരനും അസുരനും ജനിച്ചു. പുണ്യാത്മാക്കളെ, പുരാണത്തിൽ സാഗരമഥനം എന്ന് കേട്ടിട്ടില്ലേ? 14 രത്നങ്ങൾ ലഭിച്ച ഭഗവാൻ ശിവൻ വിഷം കുടിച്ച അതെല്ലാം അതിന് ശേഷമുള്ളതാണ്. ആദ്യം ഇങ്ങനെയാണ് സാഗരമഥനം നടന്നത്. അത് ഈ വേദങ്ങളിലും പുരാണങ്ങളിലുമില്ല, 5-ാം വേദത്തിലാണ്. പുണ്യാത്മാക്കളെ, ഇതാണ് ആ സൃഷ്ടിരചന. 5-ാം വേദത്തിൽ, സൂക്ഷ്മവേദത്തിൽ ഉള്ളത്. 5-ാം വേദത്തെക്കുറിച്ച് നമുക്കറിവില്ല. ആദി ശങ്കരാചാര്യൻ എഴുതിയ തൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം സൂക്ഷ്മവേദത്തിൻ്റെ 5-ാം വേദത്തെ വ്യക്തമായി വർണ്ണിച്ചിട്ടുണ്ട്. താൻ എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം ഇത് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. സമയമാകുമ്പോൾ അത് കാണിക്കാം. ഇപ്പോൾ പരമേശ്വർ കബീർ ദേവ്ജി 600 വർഷങ്ങൾക്ക് മുൻപ് 1398 അദ്ദേഹം വന്നിരുന്നു. സത്ലോകത്തിൽ നിന്നും ശിശുവിൻ്റെ രൂപത്തിൽ കാശി നഗരത്തിലുള്ള ലഹർതാര എന്ന തടാകത്തിൽ താമരപ്പൂവിൽ വിരാജിതനായിരുന്നു പ്രഭു. 5-ാം വേദം നൽകാനാണ് അദ്ദേഹം വന്നത്. തൻ്റെ നാവിനാൽ വേദങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, പരമാത്മാവ് ഒരു പ്രത്യേക യുഗത്തിൽ വരും. മനുഷ്യരൂപത്തിൽ മനുഷ്യനെപ്പോലെ
തന്നെ ജീവിച്ച് ലീലകൾ ചെയ്ത് തൻ്റെ സാന്നിധ്യം അദ്ദേഹം അറിയിക്കുമെന്ന് വേദങ്ങളിൽ എഴുതിയിരിക്കുന്നു. പരമാത്മാവ് ഒരു പ്രത്യേക യുഗത്തിൽ വരും. മനുഷ്യരൂപത്തിൽ അദ്ദേഹം മനുഷ്യനെപ്പോലെ ജീവിച്ച് ലീലകൾ ചെയ്യും. ഋഗ്വേദം അധ്യായം നമ്പർ 1, സൂക്തം നമ്പർ 31, മന്ത്രം നമ്പർ 17 പരമാത്മാവ് വാണി ഇന്നേക്ക് 600 വർഷം മുൻപ് തൻ്റെ കമലമുഖത്ത് നിന്ന് ഗീതയിലെ അധ്യായം നമ്പർ 4 ശ്ലോകം നമ്പർ 32 ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ധാർമ്മിക യജ്ഞം അഥവാ അനുഷ്ഠാനത്തിൻ്റെ ആധ്യാത്മികമായ അറിവ് വിസ്തരിച്ച് സത്യമായ കാര്യങ്ങൾ, ശരിയായ കാര്യങ്ങൾ, ബ്രാഹ്മണേ മുഖേ, ബ്രഹ്മണേ എന്നാൽ സച്ചിദാനന്ദ ഘനബ്രഹ്മം, മുഖം എന്നാൽ അതിൻ്റെ മുഖത്ത് നിന്നുവെന്ന വാണിയിൽ വിസ്തരിച്ച് പറയുന്ന അത് തത്വജ്ഞാനമാണ്. അത് അറിഞ്ഞ ശേഷം എല്ലാ കർമ്മവും സമാപ്തമാകും അഥവാ നിശ്ചലമാകും. തെറ്റായ സാധന നിങ്ങൾ ചെയ്യില്ല. പരമേശ്വർ കബീർ ദേവ്ജി അന്ന് പറഞ്ഞിരുന്നു, ഈ വ്യാജ ഗുരുക്കന്മാരും ആചാര്യന്മാരും മണ്ഡലേശ്വരന്മാരും നിങ്ങൾ ജനങ്ങളെ വഴിതെറ്റിക്കുകയാണ്. നിങ്ങൾ പറയുന്നു ബ്രഹ്മ വിഷ്ണു മഹേശ്വരന് മാതാവും പിതാവും ഇല്ലെന്ന്. പരമാത്മാവ് പറയുന്നു ഇവർക്ക് മാതാപിതാക്കളുണ്ടെന്ന്, ഇവർക്ക് ജനനവും മരണവുമുണ്ട്, ഇവർക്ക് മൃത്യു സംഭവിക്കും, ഇവർ അവിനാശികളല്ല, ഇവർ കംപ്ലീറ്റ് ഗോഡ് അല്ല. ഇക്കാര്യം പരമേശ്വരന് അതൃപ്തി ഉണ്ടാക്കി. ആ വ്യാജ ആചാര്യന്മാർ, വ്യാജ ഗുരുക്കന്മാർ കബീർ പരമേശ്വരനെ കുറിച്ച് തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത്. ഇത് കള്ളമാണെന്ന്. ഇവൻ വേദങ്ങളും ഗീതയും പഠിച്ചിട്ടില്ല, പുരാണങ്ങൾ പഠിച്ചിട്ടില്ല. കാരണം ഇവന് സംസ്കൃതം അറിയില്ല. ബുദ്ധിയില്ലാത്തവരാണ്. ഇവർക്കെന്തറിയാം വേദങ്ങളെയും ഗീതയെയും പുരാണങ്ങളെയും കുറിച്ച്? ഇവർ കള്ളം പറയുകയാണ്. ഇവർ പറയുന്ന കള്ളങ്ങളൊക്കെ നമ്മളെന്തിനാ വിശ്വസിക്കുന്നത്? എന്തെന്നാൽ നമ്മുടെ ഗുരുക്കന്മാരെല്ലാം ബ്രാഹ്മണന്മാരായ ഋഷിമാരായിരുന്നു. സംസ്കൃത ഭാഷ അറിയാം. ഞങ്ങൾ തീരുമാനിച്ചു എല്ലാ സദ്ഗ്രന്ഥങ്ങളും സംസ്കൃത ഭാഷയിലേക്ക് മാറ്റാൻ, എഴുതാൻ. കബീർജിക്ക് സംസ്കൃതം അറിയില്ല. കാരണം അദ്ദേഹം ബ്രാഹ്മണരിൽ നിന്ന് അത് പഠിച്ചില്ല. അതിനാൽ കബീർ കള്ളം പറയുകയാണ്. എൻ്റെ ആചാര്യനും ഗുരുക്കന്മാരുമാണ് സത്യം പറയുന്നത്. അതിനാൽ ആ പരമേശ്വരൻ്റെ ജ്ഞാനം നമ്മൾ സ്വീകരിച്ചില്ല. അതാണ് ഇന്ന് അനുഭവിക്കാൻ കാരണം. ഞങ്ങൾക്ക് ഭക്തിയുണ്ട്, പക്ഷേ ശാസ്ത്രവിധി പ്രകാരമാണ്. ഞങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചു, പക്ഷേ പരമാത്മാവിൻ്റെ ജ്ഞാനമല്ല. 600 വർഷം മുൻപ് പരമാത്മാവ് തൻ്റെ സച്ചിദാനന്ദ് ഘൻ ബ്രഹ്മത്തിൻ്റെ വാണിയിൽ എന്തു പറഞ്ഞു? ഋഗ്വേദത്തിൽ അധ്യായം നമ്പർ 9, സൂക്തം നമ്പർ 86, മന്ത്രം 26 27 ഋഗ്വേദം അധ്യായം നമ്പർ 9, സൂക്തം നമ്പർ 82, മന്ത്രം 1, 2, 3 ഋഗ്വേദം അധ്യായം നമ്പർ 9, സൂക്തം നമ്പർ 20, മന്ത്രം നമ്പർ 1 ഋഗ്വേദം അധ്യായം നമ്പർ 9, സൂക്തം നമ്പർ 96, മന്ത്രം നമ്പർ 16 മുതൽ 21 വരെ. ഇതിൽ പറയുന്നു, പരമാത്മാവ് സത്യലോകത്തിൽ നിന്ന് ഗതി ചെയ്തു വരുന്നു. ഋഗ്വേദം അധ്യായം നമ്പർ 9, സൂക്തം നമ്പർ 1 മന്ത്രം നമ്പർ 8 9 സ്പഷ്ടമാക്കുന്നു. പരമാത്മാവ് മനുഷ്യരൂപം എടുക്കുമ്പോൾ, ശിശുവിൻ്റെ രൂപത്തിൽ അദ്ദേഹം എത്തുമ്പോൾ പരമാത്മാവ് തൻ്റെ ലീലകൾ കാണിക്കും. ശരിയായ തത്വജ്ഞാനം പകരാൻ തൻ്റെ പ്രിയപ്പെട്ട ആത്മാക്കളെ കാണും. ശ്രേഷ്ഠരായ ആത്മാക്കളെ കാണും. അവരുടെ തത്വജ്ഞാനം പരിപൂർണമാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരമാത്മാവ് ചില ലീലകൾ കാട്ടും. ആദരണീയ ധർമ്മദാസ് സാഹിബിനെ കാണും. നല്ല ആത്മാക്കളിൽ ആരെയൊക്കെ കാണും? ആദരണീയ ധർമ്മദാസ് സാഹിബ്ജിയെ കാണും, ആദരണീയ മലൂക് ദാസ് സാഹിബ്ജിയെ കാണും, ആദരണീയ ദാദു സാഹിബ്ജിയെ കാണും, ആദരണീയ നാനാക് സാഹിബ്ജിയെ കാണും, ആദരണീയ ഗരീബ് ദാസ് സാഹിബ്ജി ഗ്രാമം ചുടാനി, ജില്ല ദച്ചർ, ഹരിയാന സ്വദേശിയെ കാണും, ആദരണീയ ഖീസ സഹവാജി ഗ്രാമം ഖേക്കട, ജില്ല മീററ്റ്, ഉത്തർപ്രദേശ് സ്വദേശിയെ കാണും. ആ പരമാത്മാവ് എഴുതിയിരിക്കുന്നു അദ്ദേഹം എങ്ങനെ ചെയ്യുമെന്ന്. വേദമാണ് സാക്ഷി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരമാർത്ഥ ധർമ്മദാസ് സാഹിബ്ജിയെ കണ്ടു. ബാന്ധവ്ഗഡ് സ്വദേശിയാണ് അദ്ദേഹം. മധുരയിൽ പോയിരുന്നു ഭഗവാനെ അന്വേഷിച്ച്. പരമാത്മാവ് പറഞ്ഞു ഇവിടെ ഭഗവാൻ ഇല്ല എന്ന്. ഭഗവാനെ നിങ്ങളുടെ സത്ഗ്രന്ഥത്തിൻ്റെ സഹായത്തോടെ ലഭിക്കും. ധർമ്മദാസ് ജി, നിങ്ങൾ പറയുന്നു ഭഗവാൻ ഇവിടെ കളിച്ചു വളർന്നുവെന്ന്, ശ്രീകൃഷ്ണൻ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ അക്കാലത്ത് വരണമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ എന്തന്വേഷിച്ചു വന്നു?
നിങ്ങളുടെ സദ്ഗ്രന്ഥങ്ങളിലുണ്ട്, എഴുതപ്പെട്ടിട്ടുണ്ട്. സദ്ഗ്രന്ഥത്തിൽ തിരയൂ. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, ഉൻ സാദ് ഗ്രന്ഥവും സേതുണ്ടോ ക്യാ ബതായ ഹേ ഭഗവാൻ ने धर्मदास यह जग बौराना कोई न जाने पथ निर्वाणा यही कारण में कथा पसारा जग से कहियो वो राम नियारा. പരമേശ്വർ കബീർ ദേവ് ജി സൃഷ്ടിരചനയെക്കുറിച്ച് ധർമ്മദാസ് ജിയോട് പറഞ്ഞു. ആദരണീയ ധർമ്മദാസ് സാഹബ് ജിയോട് പരമം പൂജ്യ പരമേശ്വർ കബീർ ജി ദാസിനോട് പറഞ്ഞ കഥ, ഇതേ കഥ ആദരണീയ ധർമ്മദാസ് സാഹബ് ജിയോടും പറഞ്ഞിരുന്നു. അതിൽ നിന്ന് ദാസൻ നിങ്ങളോട് പറഞ്ഞു. ഇപ്പോഴിത് അദ്ദേഹത്തിന്റെ സച്ചിദാനന്ദ പരബ്രഹ്മിന്റെ വാണിയിൽ രേഖപ്പെടുത്തി കബീർ സാഗറിൽ എഴുതി. അതിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത്. അതിനെ കബീർ വാണി എന്ന് വിളിക്കുന്നു. സച്ചിദാനന്ദ ഘനബ്രഹ്മത്തിന്റെ വാണി എന്ന് പറയുന്നു. ഈ വിഷയത്തിൽ ഗീത അധ്യായം നമ്പർ 4 ശ്ലോകം നമ്പർ 32 പറയുന്നത്, അത് സച്ചിദാനന്ദ ഘനബ്രഹ്മത്തിന്റെ മുഖത്ത് നിന്ന് ഉച്ചരിച്ച ആ അമർ വാണിയിൽ കബീർ വാണിയിൽ എഴുതിയിരിക്കുന്നു. ധർമ്മദാസ് യഹ് ജഗ് ബൗരാന കോയി ന ജാനെ പദ നിർവാണ യഹി കാരൻ മേം കഥാ പസാര ജഗ് സേ കഹിയോ ഓം രാം നിയാര यही ज्ञान जग जीव सुनावो सब जीवन का भारम नशावो अब मैं तुमसे कहो चिताई ത്രായ് ദേവൻ കി ഉത്പത്തി ബായി. ഈ 3 ദേവതകളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയാം. പരമേശ്വരൻ പറയുന്നു, കബീർജി, പരം പൂജ്യ കബീർ പരമേശ്വർജി പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് 3 ദേവതകളുടെയും ഉൽപ്പത്തിയെക്കുറിച്ച് പറയാം. പുണ്യാത്മാക്കളെ, 600 വർഷം മുൻപ് പരമാത്മാവ് ഈ ജ്ഞാനം തന്റെ സച്ചിദാനന്ദ ഘനബ്രഹ്മവാണിയിൽ എഴുതി. അവയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. പുരാണത്തിൽ, വേദങ്ങളിൽ, ഗീതയിലുള്ളത്. നിങ്ങൾ ഞെട്ടിപ്പോകും. യഥാർത്ഥത്തിൽ ഭഗവാനുണ്ട്. നമ്മളെ അവർ മണ്ടന്മാരാക്കി ഈ വ്യാജ ഗുരുക്കന്മാരും ആചാര്യന്മാരും നമ്മുടെ ശരിയായ സിലബസിനെ നമുക്ക് പരിചയപ്പെടുത്തിയില്ല. ഈ ആധ്യാത്മിക ഗുരുക്കന്മാർ നമ്മുടെ സിലബസ് സദ്ഗ്രന്ഥമാണ്. ഇതിനെതിരായി നൽകിയ ജ്ഞാനം സിലബസിന് വിരുദ്ധമാണ്, ശാസ്ത്രവിരുദ്ധമാണ്. अब मैं तुमसे कहो चिताई त्राय देवन की उल्पत्ति भाई कुछ संक्षेप कहो ഗുഹരായി സബ് സംശയത്തിന്റെ മിട്ടുചായി പറയുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ അർത്ഥം പറഞ്ഞു തരാം, സംശയം അകറ്റാം. ജ്ഞാനി സുനേസോ ഹൃദയ ലഗായി മൂർക്ക് സുനേസോ ഗമ്യന പായി. ഈ ജ്ഞാനം ബുദ്ധിമാനായ ഒരാൾ കേൾക്കുമ്പോൾ ഈ കഥ ഹൃദയത്തിലേറ്റും. തികച്ചും ശരിയാണ്. ആധാരം നമ്മുടെ സദ്ഗ്രന്ഥത്തിൽ, പുരാണത്തിൽ, വേദങ്ങളിൽ, ഗീതയിൽ. ഈ കാര്യങ്ങളെല്ലാം തന്നെ ബുദ്ധിമാൻ തൻ്റെ ഹൃദയത്തിൽ ഏറ്റുമെന്ന് ഉറപ്പാണ്. നമുക്കറിയില്ല, നമ്മളത് വിശ്വസിക്കും. ചിലപ്പോഴത് മനസ്സിലാവില്ല. അവൻ സാധാരണ മനുഷ്യനാണ്. ആധാരം കണ്ടിട്ട് മനസ്സിലാവില്ല, അവൻ സാധാരണ വ്യക്തിയാണ്. ജ്ഞാനി സുനേസോ ഹൃദൗ ലഗായി മൂർക്ക് സുനേസോ ഗമ്യനാപ്പായി. ഇപ്പോൾ ഞാൻ പറയുന്ന ഇക്കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കും, അല്ലെ? മാ അഷ്ടംഗി പിതാ രഞ്ജൻ വേ ജം ദാരുൺ വംശജൻ അജ്ഞൻ പഹിലേ കിൻ നിരഞ്ജൻ റായി പിച്ചേസെ മായ ഉപചായി. ആദ്യം പറഞ്ഞത് ജ്യോതി നിരഞ്ജൻ ക്ഷരബ്രഹ്മം മുട്ടയിൽ നിന്നുണ്ടായി ജനിപ്പിച്ചത് പരമാത്മാവാണ്. മാ അഷ്ടംഗി പിതാ നിരഞ്ജൻ വേ ജം ദാരുൺ വംശജൻ അജ്ഞൻ പഹിലേ കിൻ നിരഞ്ജൻ റായി പിച്ചേസെ മായ ഉപചായി. ആദ്യം പറഞ്ഞത് ജ്യോതി നിരഞ്ജൻ ക്ഷരബ്രഹ്മ മുട്ടയിൽ നിന്നുണ്ടായി ജനിപ്പിച്ചത് പരമാത്മാവാണ്. പിന്നീട് ദുർഗയുടെ ഉൽപ്പത്തിയും പരമേശ്വരൻ ചെയ്തു. പരം അക്ഷരബ്രഹ്മ സത്പുരുഷ് കബീർ സാഹബ് ചെയ്തു. ഇനി എന്താണ് പറയേണ്ടത്? പഹിലേ കിൻ നിരഞ്ജൻ റായി പിച്ചേസെ മായ ഉപചായി. മായ എന്നത് ദുർഗയാണ്. മായാരൂപ് ദേഖ് അതിശോഭ നേവ് നിരഞ്ജൻ തന്മൻ ലോഭ. മായയുടെ സുന്ദര രൂപം കണ്ട് അവന്റെ മനസ്സിൽ മോഹങ്ങളുണർന്നു. അവൻ പ്രഭാവിതനായി, പ്രബലനായി. കാമദേവ് ധർമ്മരായി സതായെ ദേവിക്കോ തുർത്തഹി ഖർഖായെ. എന്തെന്നാൽ കാലന്റെ മനസ്സിൽ കാമം ഉണർന്നു. ദുർഗ അവന്റെ വായിലേക്ക് വീണു. അവൻ തെറ്റായ ഉദ്ദേശത്തോടെ അവളെ ആലിംഗനം ചെയ്യാനായി കൈ ഉയർത്തി. അവൻ കിസ് ചെയ്യാനായാണ് വായ തുറന്നത്. ഭ്രാന്തനെ പോലെ ദുർഗ വായിലൂടെ വയറിനുള്ളിലേക്ക് പോയി. പേട് സേ ദേവി കരി പുകാര സാഹബ് മേര കരോ ഉബാര.
കയർ സുനി തഭം തഹാമായേ അഷ്ടാഗി കൊബന്ത് ചുടായേ. പരമാത്മാവ് പറയുന്നു, ധർമ്മദാസ് ജി, പിന്നെ ഞാൻ അവിടെ പോയി ദുർഗയുടെ അടുത്ത് വയറ്റിൽ നിന്ന് ഞാൻ അവളെ പുറത്തിറക്കി. സത്ലോക് മേം കീന ദുരാചാരി കാൽ നിരഞ്ജൻ ദിന നികാരി മായാ സമേത ദിയ ഭഗായി 16 संग कोस दूरी पराई अष्टांगी और काल अब धोई मंद मर्म से गए बिगोई धर्मराय को हिकमत कीന നഖരേഖ സെ ഭാഗകർ ലീന. കാലനെ ധർമ്മരാജൻ എന്നും വിളിക്കുന്നു. അദ്ദേഹം സത്യം ചെയ്തിരുന്നു. ഭഗവാന്റെ മുന്നിൽ പരമാത്മാ പറഞ്ഞിരുന്നു, നീ ഈ ആത്മാക്കളെ ദുഃഖിപ്പിക്കുമെന്ന്. പക്ഷെ ഇത് പറഞ്ഞില്ല, കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുമെന്ന്. ഞാൻ എല്ലാ ധർമ്മത്തിന്റെയും രാജാവാണ്, അതുകൊണ്ടാണ് ധർമ്മരാജ് എന്ന് വിളിക്കുന്നത്. പേര് ധർമ്മരാജ് എന്നാണ്, പക്ഷേ ചെയ്യുന്നത് അന്യായവും. ധർമ്മരാജ് മീൻസ് ന്യായാധിപൻ. കാലനെ ന്യായാധിപൻ എന്ന് വിളിക്കുന്നു, പക്ഷേ ചെയ്യുന്നതെല്ലാം അന്യായമാണെന്ന് പരമാത്മാവ് പറയുന്നു. നിരഞ്ജൻ ധൻ തേരാ ദർബാർ ജഹാം തനിക്ക് നഹി ധാ വിചാർ. എന്താണ് പറയുന്നത്? ധർമ്മരായ്ക്കോ ഹിക്മത്ത് കീന നഖരേഖാസെ ഭാഗകർ ലീന. ദുർഗയുടെ പ്രജനന ഇന്ദ്രിയം അവൻ തന്നെ സിദ്ധിയാൽ നിർമ്മിച്ചു. ജ്യോത് നിരഞ്ജൻ കിൻഹാ ഭോഗവിലാസ മായാക്കോ രഹി തബാസ. ദുർഗ പ്രഗ്നന്റായി. 3 പുത്ര അഷ്ടാംഗീ ജായേ ബ്രഹ്മാ വിഷ്ണു ശിവ നാം ധരായേ. വന്നു കഴിഞ്ഞു പരമാത്മാവ്. പരമേശ്വരൻ സ്വയം വന്ന് താൻ എഴുതിയ രചിച്ച സൃഷ്ടിയുടെ ജ്ഞാനം പറഞ്ഞു. 600 വർഷം മുൻപ് ഇതാണ് നമ്മുടെ പുരാണങ്ങളിൽ നിന്നും ഇല്ലാതായത്. കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. 3 പുത്ര അഷ്ടാംഗീ ജായേ ബ്രഹ്മാ വിഷ്ണു ശിവനാം ധരായേ. 3 പുത്രന്മാർ ജനിച്ചു ദുർഗയിൽ നിന്ന്. ഇവർക്ക് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്ന് നാമം നൽകി. 3 ദേവ് വിസ്താർ ചാരായേ ഇൻമേ നിഹ ജഗ് ധോക്കാ ഖായേ. ഈ 3 ദേവതകളും കാലിന്റെ ബ്രഹ്മാണ്ടം നോക്കി നടത്തുകയാണ്. ഇവരെ സർവേശ്വരനായി കണ്ട് നമ്മൾ മണ്ടന്മാരാവുകയാണ്. 3 ലോക് അപ്പനെ സുദീന സുൻ നിരഞ്ജൻ ബാസാലീന. 3 ലോകം, പൃഥ്വിലോകം, സ്വർഗലോകം, താഴെ പാതാള ലോകം തൻ്റെ പുത്രന്മാർക്ക് നൽകി കാലൻ മറന്നിരിക്കുകയാണ്. ഗീത അനുസരിച്ച് അധ്യായം നമ്പർ 7 ശ്ലോകം നമ്പർ 24-ലും 25-ലും സ്വയം പറയുന്നു, ശ്രീകൃഷ്ണനായ ഞാൻ പറയുന്നു, ഈ കാലത്തിലേക്ക് വന്നപ്പോൾ ഈ മണ്ടന്മാരായ മനുഷ്യർ എന്നെ മനുഷ്യരൂപത്തിലെത്തിയ ദൈവമായി കാണുന്നു, കൃഷ്ണയായി കാണുന്നു. ഐ ആം നോട്ട് കൃഷ്ണൻ. പറയുന്നു, ഞാൻ ആർക്കു മുന്നിലും വരില്ല. അതെൻ്റെ മാത്രം കഠിനമായ നിയമമാണ്. ഇപ്പോൾ ആ ഭഗവാൻ, ആ പിതാവ് പുത്രന്മാരുടെ മുമ്പിൽ പോലും വരാത്ത അവനോട് ചേർന്നിരിക്കുന്നു. അതിലെന്തോ ദോഷമുണ്ട്. അത് ശരിയായ ഒരു നിയമമല്ല. ഇതിൻ്റെ ശരിയായ നിയമമാണ്, അവിനാശിയായ നിയമം. എന്നിട്ട് പറയുന്നു, ഞാൻ എൻ്റെ യോഗം മായയിൽ നിന്ന് മറയ്ക്കുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് അവ്യക്തമാണെന്ന്. അവ്യക്തത്തിൻ്റെ അർത്ഥം ഗുണമില്ലാത്തതെന്നല്ല. മേഘം മുന്നിൽ വരുമ്പോൾ സൂര്യൻ മറയാറില്ലേ? മുന്നിൽ അപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ ചെറിയ പ്രകാശം അപ്പോൾ നമുക്ക് കാണാം. പക്ഷേ അത് നമുക്ക് അവ്യക്തമായി കാണാൻ സാധിക്കൂ. അവിടെ പൂർണ്ണ രൂപമാണ്. മേഘം മാറിയാൽ നമുക്കും പൂർണ്ണ രൂപത്തിൽ കാണാം. ഇത് ഭഗവാന്റെ ഒരു ഡെഫിനിഷനാണ്. അത് പൂർണ്ണ രൂപത്തിലാണ്, പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാണാൻ സാധിക്കാത്തതിനെ അവ്യക്തം എന്ന് പറയാം. നമുക്ക് കാണാൻ കഴിയാത്തതാണ്, പക്ഷേ പരമാത്മാവ് പൂർണ്ണ രൂപത്തിലാണ്. പൂർണ്ണതയും അപൂർണതയും വ്യത്യസ്തമായ അർത്ഥങ്ങളുള്ളവയാണ്. അപൂർണമായതിനെ കാണില്ല, അതിന് ശരിയായ രൂപമില്ല. പൂർണ്ണമായതിന് രൂപമുണ്ട്, അത് പൂർണ്ണമാണ്. ജ്ഞാനമില്ലാത്ത അജ്ഞാനികൾ പരമാത്മാവിൻ്റെ പരിഭാഷ പോലും തിരുത്തിയിരിക്കുന്നു. അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ അവർ ജ്ഞാനമില്ലാത്തവരാണ്. സ്വയം പറയുന്നു, ഞാൻ ഒടുക്കുകയാണ്, ഞാൻ ആർക്കു മുന്നിലും വരില്ല എന്ന്. ഇതാണ് പരമേശ്വരൻ്റെ സച്ചിദാനന്ദ ഘനബ്രഹ്മത്തിൻ്റെ വാണി പറയുന്നത്. കീർവാണിയിലെ ഈ ജ്യോതി നിരഞ്ജൻ എവിടെയാണ്? മുകളിൽ 21-ാം ബ്രഹ്മാണ്ടത്തിൻ്റെ മുകളിൽ ഉണ്ടാകാം. കൂടാതെ ബ്രഹ്മ വിഷ്ണു ശിവൻ ഇവരും വ്യത്യസ്തരല്ല. ബ്രഹ്മാവ് വിഷ്ണു മഹേഷ് എവിടെയാണെന്നറിയില്ല. ആരാണ്? എങ്ങനെയാണ്? 3 ലോക് അപ്പനെ സുദീന സുൻ നിരഞ്ജൻ ബാസാലീന. 3 ദേവസോ ഉൻകോ ഖാവേ നിരഞ്ജൻ കാവേ പാർന പാവേ. ഈ 3 ദേവതകളും സമാധിയിലാണിപ്പോഴും.
അന്വേഷണത്തിലാണ്. കാരണം ആത്മാവ് ഭഗവാനില്ലാതെ നിൽക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവർ തപസ് ചെയ്യാനായി പോകുന്നു. കുറച്ചധികം വർഷങ്ങൾ, പക്ഷേ വ്യത്യാസം വന്നില്ല. ആദ്യം ഇവർ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു, പരമാത്മാവിനെ കണ്ടില്ല. അതിനാൽ ദുർഗ അവരോട് പറഞ്ഞു, രൂപമില്ലെന്ന് അവരത് വിശ്വസിച്ചു. രൂപമില്ലെന്ന് അവരും ട്രൈ ചെയ്ത് നോക്കി, കാണാൻ കഴിഞ്ഞില്ല. എല്ലാവരും അദ്ദേഹത്തിൽ ഡെഫിനിഷൻ മാറ്റി. പരമാത്മാവിൻ്റെ രൂപമില്ലെന്ന് വിശ്വസിച്ചു, കാരണം അദ്ദേഹത്തെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവരുടെ വേ ഓഫ് വർഷിപ്പ് പരമാത്മാവിലേക്ക് എത്തിച്ചില്ല. വേദങ്ങളിൽ വർണ്ണിക്കുന്ന പരമാത്മാവിന് ഓം ഓം തുടങ്ങിയ സാധനയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും പരമാത്മാവിനെ ലഭിക്കില്ല. കാരണം ഗീതയിലെ അധ്യായം നമ്പർ 1 ശ്ലോകം നമ്പർ 47 കൂടാതെ 48 ശ്രീമദ് ഭഗവത്ഗീതയിലെ ജ്ഞാനം കാലനാണ് നൽകുന്നത്. ശ്രീകൃഷ്ണനിൽ പ്രവേശിച്ച് അവൻ പറയുന്നു, അർജുന, ഇതിൻ്റെ യഥാർത്ഥ രൂപമാണ്. വിരാട രൂപം കാണിച്ചു. എൻ്റെ ദർശനം, എൻ്റെ പ്രാപ്തി, എൻ്റെ ഈ രൂപത്തിൽ ഞാൻ ആർക്കും ദർശനം നൽകില്ല. ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. പറയുന്നു, അർജുന, നിനക്ക് മുൻപ് എൻ്റെ ഈ രൂപം നീ ഇന്ന് കണ്ടത് മുൻപ് ആരും കണ്ടിട്ടില്ല. ഈ വിരാട രൂപം ശ്രീകൃഷ്ണനാണ് ഗീതയിൽ പറയുന്നതെങ്കിൽ ഇങ്ങനെ പറയില്ല, ഈ വിരാട രൂപമാണ് യഥാർത്ഥ രൂപമെന്ന്. ഇത് കാലന്റെ രൂപമാണ്. അദ്ദേഹത്തെ ആരും മുൻപ് കണ്ടിട്ടില്ല. കാരണം ശ്രീകൃഷ്ണൻ കൗരവ സഭയിൽ മുൻപ് തൻ്റെ വിരാട രൂപം കാണിച്ചിട്ടുണ്ട്. അതിനാൽ അങ്ങനെ പറയില്ല. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം നമ്പർ 11 ശ്ലോകം നമ്പർ 47 പറയുന്നു, 48 എന്നെ ദർശിക്കാൻ, എൻ്റെ രൂപം കാണാൻ അഥവാ ഭഗവാനെ പ്രാപ്തി, ബ്രഹ്മപ്രാപ്തി, ഈ ബ്രഹ്മത്തിൻ്റെ രൂപം അത് കാലനാണ്. പറയുന്നു, വേദങ്ങളിൽ ജപത്താൽ, തപസ്സിനാൽ, മറ്റ് ക്രിയയാൽ ഒന്നുകൊണ്ടും എന്നെ ദർശിക്കാനാവില്ല. ഇതിൽ പറയുന്നു, ഗീതയിലെ അധ്യായം നമ്പർ 8 ശ്ലോകം നമ്പർ 13 പറയുന്നു, ഓം ഇതി ഏകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാം അനുസ്മരൺ. ബ്രഹ്മത്തിന് കേവലം ഓം എന്ന അക്ഷരമാണുള്ളത്. ഇത് ഉച്ചരിച്ച് ഓർമ്മയിൽ സൂക്ഷിച്ച് യഹപ്രയാഗി ത്യജൻ ദേഹം ശരീരം ഉപേക്ഷിച്ച് പോകുമ്പോൾ അപ്പോൾ ഓർമ്മയിൽ ഉണ്ടാകും, അപ്പോൾ എൻ്റേത്, ഞാൻ നേടിയത്, പരം ഗതി മോക്ഷം നിങ്ങൾക്കും നേടാം. ഓം നാമത്താൽ നിങ്ങൾക്ക് മോക്ഷം നേടാം. ഇവിടെ ഇങ്ങനെ പറയുന്നു, എൻ്റെ ദർശനം വേദങ്ങളിൽ പറയും പോലെയല്ല, തപസ് കൊണ്ടല്ല, ജപം കൊണ്ടല്ല, മറ്റ് ക്രിയ കൊണ്ടല്ല, ഒന്നുകൊണ്ടും സാധ്യമാകില്ല. 11 അധ്യായത്തിലെ 47-48 അവൻ ഉറപ്പിച്ചു പറയുന്നു, ജ്യോതി നിരഞ്ജനെ ആരും കണ്ടിട്ടില്ലെന്ന്, അവന് രൂപമില്ലെന്നും പറയുന്നു ഖോജത് ധാക്കിയ അന്ത് കഹ ബേജൂൻ. തേടി മടുത്തു. എന്നിട്ട് പറയുന്നു, ഭഗവാന് രൂപമില്ലെന്ന്. വേദം പറയുന്നു രൂപമുണ്ടെന്ന്, പുരാണം പറയുന്നു രൂപമുണ്ട്, ഖുറാൻ പറയുന്നു രൂപമുണ്ട്, ബൈബിളും പറയുന്നു രൂപമുണ്ട്. പക്ഷേ ഏത് മതത്തിലുള്ള ഭക്തരോട് ചോദിച്ചാലും പറയുന്നു ഭഗവാന് രൂപമില്ലെന്ന്. ഇനി വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് മുഴുവൻ ഡീറ്റെയിലായി കാണിക്കാം. പ്രത്യേക ശാസ്ത്രത്തിൻ്റെ തെളിവ് നൽകാം. ഈ പരമാത്മാവിനാൽ പറയപ്പെട്ട സൃഷ്ടിരചനയുടെ രഹസ്യം നിങ്ങളോടും പറയാം. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാകും. പറയൂ, സദ്ഗുരുദേവ് കി ജയ്.